അനുഗ്രഹത്തെക്കാളെല്ലാം പരമപ്രധാനം ദൈവത്തിൻ്റെ പ്രസാദമാണ് എന്ന കാര്യമാണ് കഴിഞ്ഞ രാത്രിയിൽ നാം വിശേഷവിധിയായി ചിന്തിച്ചു വരാനിടയായത്. ദൈവവചനത്തിൻ്റെ മൂല്യമുള്ള ആലോചനകൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും താല്പര്യത്തോടെ അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ദൈവമക്കളുടെ മുൻപാകെ ഉപദേശാധിഷ്ഠിതമായി ക്രിസ്തു കേന്ദ്രീകൃതമായി ആലോചനകൾ നൽകിത്തരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ പ്രഭാഷണം കൂടുതലും പുതിയ നിയമത്തിൽ അധിഷ്ഠിതമാക്കി ക്രിസ്തു കേന്ദ്രീകൃതമായി പുനരാഗമനത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും അടുപ്പിക്കാൻ പര്യാപ്തമായ നിലയിൽ നൽകുക എന്നതാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ആത്മീയമായിരിക്കുന്ന ഒരു നിർബന്ധം. അതിൽ നിന്ന് വഴിമാറാതെ ആലോചനകളെ നൽകിത്തരുകയാണ്. കൃത്രിമമായ വാക്കുകളുടെ ഉപയോഗം കൊണ്ടൊരു ഉണർവിൻ്റെ തരംഗമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ആധികാരികമായിരിക്കുന്ന വചനത്തിൻ്റെ ആശയങ്ങൾ ആഴത്തിൽ എല്ലാവരുടെയും ഉൾത്തടത്തിൽ പതിയാനിടയാകണം. ക്രൈസ്തവ സഭാന്തരീക്ഷത്തിൻ്റെ തനിമയാർന്ന തലത്തിൽ കർത്താവിനെ പ്രസാദകരമായി ആരാധിച്ചും വചന കേൾവിയിൽ ആനന്ദിച്ചുമൊക്കെ മുൻപോട്ട് പോകുന്നവരുണ്ട്. എന്നാൽ ഇന്നും അറിഞ്ഞ യാഥാർത്ഥ്യത്തിലേക്ക് ചുവടുവയ്ക്കുവാൻ കഴിയാതെ അന്തരംഗത്തിൽ ആരൊക്കെയോ ഭയപ്പെട്ട് എന്തിനെയൊക്കെയോ ആശ്രയിച്ച് അങ്ങ് ദൂരെ മാറി നിൽക്കുന്ന ആളുകളുമുണ്ട്. അഭ്യുദയകാംക്ഷികളായ ആളുകൾ വളരെയധികമുണ്ട്. ഏതായാലും എല്ലാവർക്കും ഒരേപോലെ ആത്മീയമായിരിക്കുന്ന വചനത്തിൻ്റെ കേൾവി പ്രയോജനപ്രദമാകേണ്ടതിന് ഈ രാത്രി കഴിഞ്ഞ രാത്രിയുടെ ചിന്തയുടെ ബാക്കിയുള്ള ആലോചനകൾ നിങ്ങളിലേക്ക് പകരാൻ ആഗ്രഹിക്കുകയാണ്. ദൈവപ്രസാദം ലഭിക്കുന്ന മനുഷ്യർ ഭാഗ്യവാന്മാരാണ്. അവർക്ക് സമാധാനമുണ്ട്. സമാധാനമില്ലാത്ത ലോകത്തിൽ ദൈവപ്രസാദം പ്രാപിക്കുന്നവർക്ക് മാത്രമേ സമാധാനമുള്ളൂ എന്ന് നാം വായിച്ച കുറിവാക്യത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ആ സമാധാനം ഉള്ള പ്രസാദം എങ്ങനെയാ പ്രാപിക്കുക? അതിന് ഒന്നാമത്തെ ചിന്ത നാം കഴിഞ്ഞ ദിവസം കാണാനിടയായത് നിങ്ങൾ വിസ്മരിച്ചിട്ടില്ല എന്നെനിക്കറിയാം. യേശു എന്ന രക്ഷാദായകനെ, യേശുവെന്ന യഥാർത്ഥ കർത്താവിനെ, യേശുവെന്ന ഏകസത്യ ദൈവത്തെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നവരിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യങ്ങൾ. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ആ ആശയത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രധാന ആശയം കൂടെ, ഒരു പ്രധാന ചിന്ത കൂടെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാം എന്നാഗ്രഹിക്കുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്നവനിൽ ദൈവം പ്രസാദിക്കും. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ജീവിത സംസ്കാര തനിമയാണ് എന്ന് ഞാൻ പറഞ്ഞു. യേശുവിലെ വിശ്വാസത്തിന് 3 അതിപ്രധാനമായ തലങ്ങളുണ്ട് എന്നും ഞാൻ പറയുകയുണ്ടായി. ആ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഇനിയും യേശുവിലെ വിശ്വാസത്തിലടക്കം ചെയ്ത് ഒരു കാര്യം കൂടെ പറയാം. യേശുവിനെ നിരുപാധികമായി കൈക്കൊള്ളുന്നതാണ് അവനെ അംഗീകരിക്കുക അഥവാ അവനിൽ വിശ്വസിക്കുക എന്നതിൻ്റെ പ്രത്യക്ഷമായിരിക്കുന്ന ലക്ഷണം എന്ന് നാം അറിയണം. യേശുവിനെ കൈക്കൊള്ളുക വളരെ ആഴത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും അപഗ്രഥിച്ച് പഠിക്കേണ്ടതുമായ മഹത്തായിരിക്കുന്ന ഒരു പുതിയ നിയമം ഉപദേശമാണ് കൈക്കൊള്ളുക എന്നുള്ളത്. കൈക്കൊള്ളുക എന്ന ഉപദേശത്തിൻ്റെ ആഴത്തിലേക്ക് ഈ രാത്രിയിൽ പ്രാരംഭ സമയത്ത് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. കൈക്കൊള്ളുക എല്ലാവർക്കും ഒരു പക്ഷേ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യം. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. ഈ വാക്യത്തെക്കുറിച്ച് നിരവധി പ്രസംഗങ്ങൾ നാം ഇതിനോടകം കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൈക്കൊള്ളുക എന്ന ഉപദേശത്തിനകത്ത് പുതുപുത്തനാശയം എന്താ എന്നുള്ളത് ചിലരുടെ ചിന്തയിൽ ഉയരുന്നൊരു ചോദ്യമാകാം. ഇന്ന് രാത്രി അല്പസമയം ആ കൈക്കൊള്ളുക എന്ന പ്രയോഗത്തെ ആസ്പദീകരിച്ചുകൊണ്ട് ചില ആലോചനകളെ നൽകുകയാണ്. ശ്രദ്ധിച്ചുകൊള്ളണം. യോഹന്നാൻ 1:12 എന്ന ആ ഒരു ഒറ്റ വാക്യം കൊണ്ട് മാത്രം കൈക്കൊള്ളുക എന്ന ഉപദേശത്തെ നമുക്ക് പൂരിപ്പിക്കാനാവില്ല. അത് കൈക്കൊള്ളുക എന്ന ഉപദേശത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ഒരു നാണയത്തിൻ്റെ 2 വശവും മൂല്യമുള്ളതാണ്. 2 വശവും ഒരേപോലെ നിന്നെങ്കിൽ മാത്രമേ ആ നാണയത്തിന് ഉണ്ടാകുകയുള്ളൂ എന്ന് നമുക്കറിയാം. എന്ന പോലെ ഉപദേശത്തിനും 2 വശങ്ങളുണ്ട്. ഒറ്റ വാക്യം കൊണ്ടൊരു ഉപദേശത്തെ തെളിയിച്ചാലൊന്നും ബുദ്ധിമാന്മാർ അംഗീകരിക്കുകയില്ല. എന്നാൽ അതിനുവേണ്ടി ഉപദേശത്തിൻ്റെ നിരവധി വസ്തുതകൾ തെളിയിക്കപ്പെടുവാൻ അനവധി വാക്യങ്ങൾ നമുക്ക് അനിവാര്യമാണ്. ഇവിടെ കൈക്കൊള്ളുക എന്ന ഉപദേശത്തിന് യോഹന്നാൻ 1:12 മാത്രം പോരാ. പിന്നെ ഒരു വാക്യം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേരേണ്ടതുണ്ട്. നാം യേശുവിനെ കൈക്കൊള്ളണം. അത് നല്ല കാര്യമാണ്. പക്ഷേ നാം യേശുവിനെ കൈക്കൊണ്ടാൽ മാത്രം പോരാ. നമ്മിൽ പ്രസാദിക്കുന്നവൻ നമ്മെ കൈക്കൊള്ളാനിടയാകണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നാം പലപ്പോഴും യേശുവിനെ കൈക്കൊണ്ടു എന്ന നിലയിലാണ് മുൻപോട്ട് പോകുന്നത്. എന്നാണത്? അത്
1900 എന്നൊക്കെ പറഞ്ഞൊരു ഡേറ്റ് നമുക്ക് പറയാനുണ്ടാകും. അന്നേ ഞാൻ യേശുവിനെ കൈക്കൊണ്ടതാ. കേരളത്തിൽ ഉണർവിൻ്റെ തരംഗം തുടങ്ങിയ കാലത്തെ ഞാൻ യേശുവിനെ കൈക്കൊണ്ടതാ. ഞാൻ ക്രിസ്ത്യാനിയായതാ, ഞാൻ വിശ്വാസിയായതാ, പാട്ട് പഠിച്ചതാ, സങ്കീർത്തനം മനഃപ്പാടമാക്കിയതാ, അന്യഭാഷ പറയാൻ തുടങ്ങിയതാ. അങ്ങനെ കാലപ്പഴക്കത്തിൻ്റെ പാരമ്പര്യത്തെ ഉയർത്തിപ്പറയാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് നല്ല കാര്യമാണ്. പക്ഷെ അതെല്ലാം ഈ യോഹന്നാൻ 1:12 വാക്യത്തെ അടിസ്ഥാനമാക്കി മാത്രമായിരിക്കും. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു വാക്യം ചേരേണ്ടി വരുന്നത്? ഇവിടെ പറയുന്ന ഒരു വൺ സൈഡാണ്. ഏത്? യേശുവിനെ കൈക്കൊള്ളുക. ആർക്കും ചെയ്യാം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാം. പക്ഷേ ആ ഉപദേശത്തിൻ്റെ മറുവശത്ത് മറ്റൊരു വാക്യം ചേരണം. അത് 2 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളാണ്. 2 കൊരിന്ത്യർ 6:16 ഒരു വലിയ വാക്യമാണ്. അത് ഏറ്റവും ഒടുവിൽ 17-ാമത് വാക്യം കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ കൈക്കൊള്ളുക എന്ന ഉപദേശ നാണയത്തിൻ്റെ മറുവശമാകുകയാണ്. ഈ 2 വശങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള ആശയങ്ങളുടെ സമുന്നത ഭാവമാണ് കൈക്കൊള്ളുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചിന്താശീലരായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഉപദേശത്തിൻ്റെ തനിമ അങ്ങോട്ട് ആഴ്ത്തിപ്പറയുകയാണ്. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണം. ക്രിസ്ത്യാനിയാണ് എന്ന് നെഞ്ചുപിരിച്ച് നടക്കുന്ന ഏത് വ്യക്തിയും, വിശ്വാസിയ, അന്യഭാഷ, വരം, കൃപയടക്കമുള്ള സകലതും എൻ്റെ കൈവശമുണ്ട്, ഞാനതിനുടമയാണ്, കാലപ്പഴക്കം ഒത്തിരിയുണ്ട് എനിക്ക് ക്രൈസ്തവീകതയിൽ എന്നവകാശപ്പെടുന്നവരൊക്കെ ശാന്തമായി ശ്രദ്ധിച്ചു കൊള്ളണം. വായിപ്പിക്കുന്നില്ല ഞാൻ വാക്യങ്ങളെ പറഞ്ഞു വിടുകയാണ്. 1-ാമത്തെ വാക്യം യോഹന്നാൻ 1:12 അവനെ കൈക്കൊള്ളുക. പക്ഷേ അവനെ കൈക്കൊണ്ടാൽ മാത്രം പോരാ, ആ കർത്താവ് നമ്മെ കൈക്കൊള്ളണം. എത്ര പേർക്ക് ഉറപ്പുണ്ട് കർത്താവ് നമ്മെ കൈക്കൊണ്ടിട്ടുണ്ടെന്ന്? ഹല്ലേലൂയ. ഉയർത്തപ്പെട്ട കരങ്ങൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ നമ്മെ കൈക്കൊള്ളുവാനുള്ള വ്യവസ്ഥകളെ ഇനി ഞാൻ അങ്ങോട്ട് പറയുകയാണ്. അത് പറഞ്ഞു കഴിഞ്ഞ് ഒന്നുകൂടെ ഞാൻ ചോദിക്കും, കൈക്കൊണ്ടു എന്ന് ബോധ്യമുള്ളവർ സ്തോത്രം ചെയ്യാൻ. അപ്പോൾ ഈ പൊങ്ങിയ കരമെല്ലാം പൊങ്ങണം. പ്രൈസ് ദ ലോർഡ്. അതാണ് അതിൻ്റെ വസ്തുത. യേശുവിനെ കൈക്കൊണ്ടാൽ മാത്രം പോരാ, പകരം പിന്നെന്താ സംഭവിക്കുക? കർത്താവ് നമ്മെ കൈക്കൊള്ളണം. വാക്യം കണ്ടോ? 6-ാം അധ്യായം അതിൻ്റെ 16-ാമത് വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് വെച്ച് ഞാൻ പറയുക, ശ്രദ്ധിച്ചോണം. അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പി. 1-ാമത്തെ വ്യവസ്ഥ. അടുത്തത്, അശുദ്ധമായതൊന്നും തൊടരുത്. ആ 2 വ്യവസ്ഥകളെ അക്കമിട്ട് വചനമങ്ങോട്ട് നിരത്തിയിട്ട് ദൈവാത്മാവ് ശക്തമായി ആ 2 ഉപദേശ സത്യങ്ങളെ പ്രഘോഷിച്ചിട്ട് അടുത്തു പറയുന്ന കേട്ടോ, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ഇനി എത്ര പേർക്ക് ഹല്ലേലൂയ പറയാൻ പറ്റും? ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ കൈക്കൊള്ളണം എന്ന യോഹന്നാൻ 1:12 തട്ടകത്തിൽ തന്നെ നിന്നാൽ കാര്യം നടക്കില്ല. പകരം കർത്താവ് നമ്മെ കൈക്കൊള്ളണം. അതിന്റെ വ്യവസ്ഥകൾ 2 കേട്ടു. യോഹന്നാൻ 1:12 വ്യവസ്ഥയൊന്നും പറയുന്നില്ല, അവനെ കൈക്കൊള്ളാനേ പറയുന്നുള്ളൂ. ഏത് വ്യക്തിക്കും ഏത് സമയത്തും അത് ചെയ്യാവുന്നതാ. ഏത് വീരപ്പനും അത് ചെയ്യാൻ പറ്റും. ജീവിതത്തിന്റെ ഏത് ദുഷിച്ച പാതയിലൂടെ യാത്ര ചെയ്യുന്നയാളിനും ഒന്നും വിടാതെ, മാനസാന്തരമേ അനുഭവിക്കാതെ, യേശുവേ അങ്ങേ എൻ്റെ കർത്താവിൻ രക്ഷകനുമായി ഞാൻ സ്വീകരിച്ചു കൊള്ളുന്നു, സ്തോത്രമേശുവേ സ്തോത്രമേശുവേ 156 പ്രാവശ്യം മന്ത്രോച്ചാരണം പോലെ യേശുവിന് സ്തോത്രം അർപ്പിച്ച് പിന്നെയും പഴയ വഴി കൂടെ തന്നെ മുൻപോട്ട് പോകുന്നവരാ. യേശുവിനെ ഞാൻ കൈക്കൊണ്ടു. എൻ്റെ പേര് കേട്ടില്ലേ? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പാപ്പച്ചൻ, കറിയാച്ചൻ, അന്നമ്മ, ചിന്നമ്മ, ശോശാമ്മ, മേഴ്സി, ഷൈനി, ജോസ്, എബി എന്നൊക്കെ പറയുമ്പോഴേ ഒരു ക്രൈസ്തവ ചുവയാണല്ലോ. കുരിശുമൂട്ടിൽ, പള്ളി വീട്ടിൽ, ഈട്ടി വീട്ടിൽ, മരുതി വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് വീട്ടുപേരും കൂടെ പറയുമ്പം പക്ക ക്രൈസ്തവൻ തന്നെ എന്ന് തോന്നിപ്പോകാം. പക്ഷെ കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 16-ാമത് വാക്യത്തിലെ ഉപദേശ യാഥാർത്ഥ്യത്തിലേക്ക് വരാത്തിടത്തോളം കാലം കർത്താവ് നമ്മെ കൈക്കൊള്ളില്ല. കർത്താവ് കൈക്കൊള്ളാത്തിടത്തോളം കാലം നാം യേശുവിൻ്റെതാകില്ല. യേശുവിൻ്റെതാകാത്തിടത്തോളം കാലം നാം ദൈവപ്രസാദം പ്രാപിക്കുകയില്ല. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? ഉപദേശം ഇങ്ങനെ തനിമയോടെ വ്യക്തമായി കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും സ്തോത്രം പറയാൻ പറ്റില്ല. സ്തോത്രം ഹല്ലേലൂയ, ഗ്ലോറി, മഹത്വം, രക്തത്താൽ ജയം എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ ഒന്ന് ആഞ്ഞടിച്ച് 200 അന്യഭാഷയൊക്കെ പറഞ്ഞ് ഒന്ന് ചൂടാകണമെങ്കിൽ ഗോലിയാത്ത് ഇറങ്ങി വരണം, ഏലിയാവ് ഇറങ്ങി വരണം. കർമ്മേലിൻ്റെ കൊടിയിൽ നിന്ന് വാളും പിടിച്ച് ഏലിയാവ് ഇറങ്ങി വരുമ്പോഴോ ഒക്കെയാ പലർക്കും സ്തോത്രം വരിക. പക്ഷെ ഉപദേശത്തിൻ്റെ തനിമ കേൾക്കുമ്പം ആകതാര് സ്തോത്രം കൊണ്ട് നിറയണം. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഞാൻ വിവരിക്കുക, ശ്രദ്ധിച്ചു കേട്ടോണം. 2 അതിപ്രധാനമായ ഉപദേശങ്ങൾ
ഇവിടെ വ്യക്തമാക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ്. അപ്പോസ്തലനായ പൗലോസിന്റെ അപ്പോസ്തോലിക ഉപദേശങ്ങളുടെ വിശകലനങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. അത് നാം തിരിച്ചറിയണം. അപ്പോസ്തോലിക ഉപദേശം ദൈവസഭാ സംബന്ധമായി രക്ഷ, വീണ്ടും ജനനം, മാനസാന്തരം, നീതീകരണം, ഏകീകരണം, മഹത്വീകരണം അടക്കമുള്ള വിശുദ്ധീകരണം അടക്കമുള്ള അനുഗ്രഹിത വിഷയങ്ങളുടെ വിശകലനങ്ങൾ നമുക്ക് ലഭിക്കപ്പെടുന്നത് പൗളിയൻ എപ്പിസ്റ്റൽസിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ലേഖനങ്ങളിലൂടെയാണ്. പത്രോസിന്റെയും യോഹന്നാന്റെയും യാക്കോബിന്റെയും യൂദയുടെ ലേഖനങ്ങൾ വേണ്ടെന്ന് പറയുന്നില്ല. ഉജ്ജ്വലങ്ങളാണ്, ഉത്തമങ്ങളാണ് അവയെല്ലാം, ഉപദേശ പ്രാധാന്യങ്ങളാണ് അവയെല്ലാം. പക്ഷേ ദൈവസഭ അതിൻ്റെ തനിമയാർന്ന ഉപദേശ സത്യങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് ലഭിക്കപ്പെടുന്നത് പൗലോസിന്റെ ലേഖനങ്ങളിലൂടെയാണ്. അതുകൊണ്ട് പൗലോസിന്റെ ലേഖനങ്ങളെ ഐച്ഛികമായി എടുത്തു പഠിക്കുന്നവർക്കാണ് ക്രൈസ്തവ സഭാ മൂല്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നത്. വേദപുസ്തകത്തെ അടച്ചു മാറ്റിവെച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾക്കോ പാരമ്പര്യങ്ങൾക്കോ മൂല്യം കൊടുക്കുന്നവർക്കൊന്നും ഉപദേശത്തിന്റെ പ്രാധാന്യത തിരിച്ചറിയില്ല. അതുകൊണ്ട് തന്നെ വിഗ്രഹാരാധന വേണ്ടെന്നോ മറ്റുതരമായിരിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ നമിക്കണ്ടെന്നോ ഒക്കെയുള്ള വസ്തുത വചനത്തിലൂടെ കേൾക്കുമ്പം അവർക്കൊരു അമ്പരപ്പും ഒരു വിദ്വേഷവും ഒരു വിരോധവും ഒരു വിഭാഗീയ മനോഭാവം ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞങ്ങളിത് ചങ്ക് തുറന്ന് പറയാൻ കാരണം, വെട്ടിത്തുറന്ന് പറയുന്നത്, മുൻപോട്ട് വീണ് ചാകേണ്ട വന്നാലും ഇത് പറയാൻ തൻ്റെ ഇടം കാണിക്കുന്നത് വേദപുസ്തകവുമായിട്ടുള്ള ആത്മബന്ധം കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. വചനം പഠിക്കുവാൻ മനസ്സാകുമ്പോൾ പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ വേദപുസ്തകത്തിന് മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ വെളിപ്പെട്ടു വരുന്ന സഭാ ഉപദേശങ്ങളും ആത്മീയ ഉപദേശങ്ങളുടെ വഴിത്താരകളും ഹൃദ്യമാകുമ്പോൾ അത് പറയാതിരിക്കാനാവില്ല. കേട്ടോണം, അറിയണം എന്നുള്ളത് വചനത്തിന്റെ ശക്തമായ ഒരു നിർദ്ദേശമാണ്. രണ്ടാമത്തെ നിർദ്ദേശം ആയിത്തീരണമെന്നാണ്. കേട്ടോ, ഒന്ന് അറിയണം, അറിഞ്ഞതുപോലെ രണ്ടാമത് എന്ത് ചെയ്യണം? ആയിത്തീരണം. വചനം അറിയണം, അറിഞ്ഞാൽ വചനം അനുശാസിക്കുന്നത് പോലെ ആയിത്തീരണം. ഇത് രണ്ടുകൊണ്ടായില്ല. ഇത് രണ്ടും പ്രാപിച്ച ശേഷം വീട്ടിൽ ഒതുങ്ങാൻ പറ്റില്ല. മൂന്നാമതൊരു നിർദ്ദേശമുണ്ട്, അറിയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ 3 വാചകങ്ങൾ മറന്നു പോകരുത്. ഒന്ന് അറിയണം, 2 അറിഞ്ഞതുപോലെ എന്തോ ചെയ്യണം? ആയിത്തീരണം. 3 അതിനെ എന്ത് ചെയ്യണം? സ്വകാര്യ സ്വത്തായി അകത്തളത്തിൽ വെച്ച് പൂട്ടാൻ പറ്റില്ല. പകരം ഇത് അറിയിക്കണം. അതിന് കവലയാണോ, ഇടവഴിയാണോ, പെരുവഴിയാണോ, പട്ടണ പ്രാന്തമാണോ, ഇതുപോലെ ഒരുക്കപ്പെട്ട വേദിയാണോ, ചാറ്റമഴ നനഞ്ഞ് പൊടിക്കാറ്റടിച്ച് അല്ലെങ്കിൽ വെയിലുകൊണ്ട് എവിടെങ്കിലുമൊക്കെ കവലയിൽ നിന്നാണോ, അതിനവസരം കിട്ടിയാൽ അവിടെയും ഇത് അറിയിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് അറിയിക്കുമ്പം എത്ര പേര് ഉൾക്കൊള്ളും, എത്ര പേര് ഏറ്റെടുക്കും, എത്ര പേര് തിരസ്കരിക്കും, അതൊന്നും ഞങ്ങൾക്ക് വിഷയമേ അല്ല. അറിയിക്കുക, അങ്ങനെ മുൻപോട്ട് സായുജ്യമടയുക. അത് കർത്താവ് ഏൽപ്പിച്ച മഹാദൗത്യമാണ്. അതുകൊണ്ട് വേദവിദ്യാർത്ഥികളും ദൈവദാസന്മാരും അറിയണം ആ 3 പ്രയോഗങ്ങൾ. 1 അറിയുക, 2 ആയിത്തീരുക, 3 അറിയിക്കുക. അതിന്റെ ഭാഗമായിട്ട് ഉപദേശത്തെ വെട്ടിത്തുറന്ന് കാര്യകാരണ സഹിതം വെളിപ്പെടുത്തുന്നത് ശ്രദ്ധയോടെ ഏറ്റുകൊള്ളണം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. 2 ഉപദേശങ്ങളെ അവിടെ പറയുകയാണ്. ഏതാ 2 ഉപദേശം? 1, അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടിരിക്കണം. 2, അശുദ്ധമായതൊന്നും എന്ത് ചെയ്യരുത്? തുടരുത്. പൗലോസിന്റെ ഉപദേശമെന്ന് ഞാൻ പറഞ്ഞില്ലേ, തന്റെ ലേഖനങ്ങൾ ഉജ്ജ്വലങ്ങള്, വേർപാടിന്റെയും വിശുദ്ധിയുടെയും ദൈവപ്രസാദ യോഗ്യമായ ജീവിത തനിമ സംസ്കാരത്തിന്റെയും ആലോചനകൾ കർത്താവിൽ നിന്ന് താൻ പ്രാപിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ വേദവിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ആശയത്തെ പറയാൻ അല്പം കൂടെ ഇറങ്ങട്ടെ. ഈ 2 ഉപദേശങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയായി ശ്രദ്ധിച്ചു കേട്ടോണം. സമാഗമന കൂടാരം എന്ന് പറയുന്ന മഹാസൗധം എങ്ങനെ പണിയണം, എന്തുകൊണ്ട് പണിയണം, എത്ര നീളം ഉയരത്തിൽ പണിയണം എന്നിത്യാദി വസ്തുത ദൈവത്തിനൊരു മാതൃകയുണ്ടായിരുന്നു. അത് പഠിപ്പിക്കാൻ ദൈവം ഒരുത്തനെ തിരഞ്ഞെടുത്തു, ഒരൊറ്റ വ്യക്തിയെ. അതിന്റെ കൂട്ടത്തിൽ 10 കൽപ്പന, 613 കൽപ്പന വേറെ, പിന്നെ ഉപകൽപ്പനകൾ വേറെ. ഇതെല്ലാം കൂടെ ഏതാണ്ട് 2100 ശിഷ്ടം നിയമസംഹിതകൾ. ഇതെല്ലാം കൂടെ ഒരുത്തനെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഏതൊക്കെയാ? ന്യായപ്രമാണമെന്ന് വിളിക്കുന്ന പഴയ നിയമ ഉപദേശങ്ങൾ മുഴുവനും, മോശയുടെ ന്യായപ്രമാണം, ഓക്കെ, സീനായി മലയിൽ നിന്ന് ലഭിക്കപ്പെട്ട ന്യായപ്രമാണം, കൂട്ടത്തിൽ സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണ പ്രക്രിയ. ഇത് 2ഉം കൂടെ പഠിപ്പിക്കാൻ ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുത്തവനെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, കയറി വാ ഈ മലയുടെ മുകളിലേക്ക്. ഉപരിപഠനത്തിന് വേണ്ടി പോകുന്ന വിദ്യാർത്ഥിയുടെ മനോഭാവത്തോടെ പഠിച്ചെടുക്കുവാൻ ദേ കയറിപ്പോകുന്നു സീനായി മലയുടെ നെറുകയിലേക്ക്. ആരാ? മോശ. മനസ്സിലായില്ലേ? അദ്ദേഹം കയറിപ്പോവുകയാണ് അങ്ങോട്ട്. മിസ്രൈമ്യ സർവകലാശാലയിലെ സകല
വിദ്യയും അഭ്യസിച്ചയാളാ. പക്ഷേ വേറൊന്ന് പഠിപ്പിക്കാൻ ദൈവം ക്ഷണിക്കുന്നു മലയുടെ നെറുകയിലേക്ക്. സീനായി മലയുടെ നെറുകയിലെത്തി ഏറെ ദിവസങ്ങൾ, 40 ദിനരാത്രങ്ങൾ ദൈവത്തിന്റെ പ്രകാശ പ്രളയത്തിലിരുന്ന് ദൈവിക ശബ്ദത്തിന്റെ മുൻപിൽ തന്നെ തന്നെ സമർപ്പിച്ചിരുന്നപ്പോൾ കർത്താവ് ഇതെല്ലാം അങ്ങോട്ട് മൊഴിഞ്ഞുകൊടുത്തു, എഴുതിക്കൊടുത്തു, വരച്ച് കുറിച്ച് കാണിച്ചു കൊടുത്തു. ഇതെല്ലാം പഠിച്ച് തികഞ്ഞവനായി ആ മലയെ ഇറങ്ങി വന്നു മോശ. അറിയാം നമുക്ക് വിവരം. അതുകൊണ്ടാണ് ആ വിശിഷ്ട പ്രമാണത്തിന്, അഗ്നിപ്രമാണത്തിന് മോശയുടെ പ്രമാണം എന്നൊക്കെ പേർ വിളിക്കാൻ കാരണമായത്. ഓക്കെ, ആ സംഭവം മറക്കല്ലേ, അത് മനസ്സിലിരുന്നു കൊള്ളട്ടെ. ഇനി വേറൊന്ന് ഞാൻ ഇതിനോട് സങ്കല്പിക്കുകയാ, കൂട്ടിച്ചേർക്കുകയാ. ഈ കൂടാരം എന്ന് പറയുന്ന സമാഗമന കൂടാരം ഈ കാലത്തിലെ ദൈവസഭയ്ക്ക് സദൃശ്യമാണ് എന്ന് 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു എബ്രായ ലേഖനം. ആ കൂടാരം ഈ കാലത്തേക്കൊരു സദൃശ്യമത്രേ. അതിൻ്റെ ആരാധന, അതിൻ്റെ യാഗം, അതിൻ്റെ യോഗം, അതിൻ്റെ അർപ്പണം, അതിൻ്റെ തിരുനാൾ, പെരുന്നാൾ, അതിൻ്റെ തീർത്ഥയാത്ര, പദയാത്ര, അതിൻ്റെ രക്താർപ്പണമടക്കമുള്ള സകല സംഗതികളുടെയും ഒരു പിന്തുടർച്ച ദൈവസഭയിലൊന്നുമില്ല. എന്നാൽ പൗലോസ് പറയുന്നു ആ കൂടാരം ഈ കാലത്തേക്കൊരു സദൃശ്യമാണ്. ആ കൂടാരത്തെക്കാൾ, അതിനകത്തു നടന്ന ആരാധന സമ്പ്രദായത്തെക്കാൾ മെച്ചമായ ഒന്ന് ഈ കൂടാരത്തിലുണ്ട്, അതായത് സഭയാം കൂടാരത്തിൽ. ഓക്കെ, ആ കൂടാരം എന്താണെന്നും എങ്ങനെ വേണമെന്നും അതിനകത്ത് ശുശ്രൂഷക വൃന്ദങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ എന്താണെന്നും അവരുടെ ശുശ്രൂഷ അനുഭവിക്കുന്ന ജനാവലിയുടെ കടപ്പാടുകൾ എന്താണെന്നും ഈ കൂടാരത്തിന്റെ മഹത്വം എന്താണെന്നൊക്കെ പഠിപ്പിക്കാൻ ദൈവം ഒരുത്തനെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അത് മോശയല്ല. ദൈവത്തിന് അക്കാര്യം പഠിപ്പിക്കാൻ ഇഷ്ടം തോന്നിയത് പൗലോസിനെയാണ്. മനസ്സിലാകുന്നുണ്ടോ? മോശയെ തിരഞ്ഞെടുത്ത് പഠിപ്പിക്കാൻ ദൈവത്തിന് ഇഷ്ടമായപ്പം ഈ മലയുടെ മുകളിലേക്ക് കയറി വരാൻ പറഞ്ഞ എന്നതുപോലെ തന്നെ അതേ കർത്താവ് സഭ എന്ന കൂടാരത്തെയും അതിൻ്റെ ഉപദേശ സംഹിതകളെയും അതിൻ്റെ സംസ്കാരത്തെയും മൊത്തത്തിൽ പഠിപ്പിക്കാൻ തിരഞ്ഞെടുത്ത പൗലോസിനോട് ഏതെങ്കിലും മലയുടെ മുകളിലേക്ക് കയറി വരാൻ പറഞ്ഞില്ല. പകരം 3-ാം സ്വർഗത്തിലേക്ക് കയറി വരാൻ പറഞ്ഞു. 3-ാം സ്വർഗം. മോശ കയറിപ്പോയി പഠിച്ചത് എവിടെന്നാ പറഞ്ഞേ? മോശയുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സീനായി മലയുടെ മുകളിലാണ്. പക്ഷേ പൗലോസ് എന്ന് പറയുന്ന, തൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ അകാല പ്രജ പോലെയുള്ള ഞാൻ എന്നാ പൗലോസ് പറയുക. അപ്പോസ്തലന്മാരിൽ ഒട്ടും സവിശേഷത പറയാനില്ലാത്ത ഏറ്റവും ചെറിയവനായ ഞാൻ എന്നൊക്കെ പൗലോസ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അവനെ കൊണ്ട് കർത്താവ് പോയത് 3-ാം സ്വർഗത്തിലേക്കാണ്. എത്ര നാൾ അവിടെ ഇരുന്നെന്നറിയില്ല, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്നറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഞാൻ അവിടെ എടുക്കപ്പെട്ടു. അവിടെ ഞാൻ ചിലത് കേട്ടു, കണ്ടു, അറിഞ്ഞു, പഠിച്ചു. അതിന് പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ പ്രാപിച്ചു ഞാൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അപ്പം മലയുടെ മുകളിൽ പോയി പഠിച്ചെടുത്ത ആ പ്രമാണം ഇത്ര വിശിഷ്ടമാണെങ്കിൽ സ്വർഗത്തിൽ പോയി പഠിച്ചെടുത്തത് എന്തോ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, പൗലോസിന്റെ ലേഖനങ്ങൾ ആശ്രയിച്ചോണം ദൈവസഭയുടെ അവസ്ഥാവിശേഷങ്ങളുടെ സൗന്ദര്യം തിരിച്ചറിയാൻ. ബോധ്യമായവർ എത്ര പേരുണ്ട്? പൗലോസ് സഭയുമായി ബന്ധപ്പെട്ട് നൽകിത്തരുന്ന ഉപദേശ സത്യങ്ങൾ ഗംഭീരമാണ്. ഹൗ ടു ബി എ പാസ്റ്റർ, ഹൗ ടു ബി എ ബിലീവർ എന്നൊക്കെയുള്ളത് പൗലോസിന്റെ ദർശനത്തിൽ ആത്മാവ് പകർന്നു തന്ന മഹത്വരമായ ചിന്തയാണ്. ഹൗ ടു വോക്ക് ഇൻ ദ ചർച്ച് ഓഫ് ഗോഡ് എന്നതാണ് 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ് എന്ന് പറയുന്ന 3 ലേഖനങ്ങളുടെ ആന്തരിക പ്രമേയം. ഞാൻ താമസിച്ചു പോയാൽ നീ അറിയണം ചിലത്. ജീവനുള്ള ദൈവത്തിന്റെ സഭയാം ദേവാലയത്തിൽ നീ എങ്ങനെ നടക്കണം, അതാണ് ഹൗ ടു വോക്ക് ഇൻ ദ ചർച്ച് ഓഫ് ഗോഡ്. അപ്പൊ സഭ എന്താ, സഭയിൽ എങ്ങനെ ആയിരിക്കണം എന്നിത്യാദി വസ്തുതകൾ കറതീർന്നു പറയാൻ നെഞ്ചുറപ്പ് കാണിച്ച പൗലോസ് അപ്പോസ്തോലിക ഭാഷ്യത്തിൽ നമുക്ക് തരിക കൈക്കൊള്ളുക എന്ന ഉപദേശം. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു അവനെ കൈക്കൊണ്ടാൽ മതി. പക്ഷേ പൗലോസിന് ലഭിക്കപ്പെട്ട വിശിഷ്ടമായ ഉപദേശത്തിൽ താൻ പറയുന്നു നാം യേശുവിനെ കൈക്കൊണ്ടാൽ മാത്രം പോരാ, കർത്താവ് നമ്മളെ കൈക്കൊള്ളണം. അതിന് 2 വ്യവസ്ഥകൾ. ആ വ്യവസ്ഥയാ ഇനി വിശദീകരിക്കുന്നത്. പ്രിയരെ, ദൈവപ്രസാദം നമ്മുടെ മേൽ പകർന്നിറങ്ങുവാൻ താങ്കളുടെ
ആത്മീയ ജീവിതത്തിന്റെ നിലവാരമെന്തെന്ന് എനിക്കറിയില്ല, താങ്കൾക്കറിയാം, അതിലുപരി കർത്താവിനറിയാം. താങ്കൾ അലങ്കരിക്കുന്ന പദവി എന്താണെന്നറിയില്ല, ആത്മീയതയിൽ എത്ര കാലത്തെ പഴക്കമുണ്ടെന്നും അറിയില്ല, താങ്കൾ ആത്മീയതയിൽ വന്നതുകൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന സമ്മർദ്ദങ്ങൾ എന്താണെന്നും എനിക്ക് തിട്ടമില്ല. പക്ഷെ ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോണം, ദൈവം താങ്കളിൽ പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് താങ്കളെ കൈക്കൊണ്ടെങ്കിലേ മതിയാകുകയുള്ളൂ. കർത്താവിനാൽ കൈക്കൊള്ളപ്പെടാത്ത ഒരൊറ്റ വ്യക്തിയിലും ദൈവം പ്രസാദിക്കയില്ല. താങ്കളുടെ വഴിപാടോ താങ്കളുടെ സ്തോത്രാർപ്പണങ്ങളോ താങ്കളുടെ സ്തോത്ര കാഴ്ചയുടെ അർപ്പണങ്ങളോ ഒത്തിരിയാകാം, അത് ലക്ഷങ്ങളോ കോടികളോ ഒക്കെ ആകാം. ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള താങ്കളുടെ പങ്കാളിത്തം അതൊക്കെ നല്ല കാര്യമാണ്. ഒത്തിരി ആളുകളെ സഹായിക്കുവാൻ സാധുജന സഹായ പദ്ധതിയുടെ മുൻപന്തിയിലായിരിക്കാം. ഒട്ടനവധി കാര്യകർമ്മങ്ങൾ, താങ്കളുടെ ധർമ്മകർമ്മങ്ങളെല്ലാം ഉത്തമങ്ങളായിരിക്കാം. പക്ഷെ കേട്ടോണം ഒരു കാര്യം, കർത്താവിനാൽ കൈക്കൊള്ളപ്പെടുന്നില്ലെങ്കിൽ ഇതൊക്കെ വെറും ജലരേഖകൾ മാത്രമായി പോകും. അവൻ പ്രസാദിക്കണമെങ്കിൽ അവനാൽ കൈക്കൊള്ളപ്പെട്ടേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഇനിയും അതിന്റെ വ്യവസ്ഥ കേട്ടു. ഒന്നാമത്തേത്, അവരുടെ ഇടയിൽ നിന്ന് എന്തോ ചെയ്യണമെന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കണം. ഇതിനെയാ പെന്തക്കോസ്ത് ഉപദേഷ്ടാക്കന്മാർ നെഞ്ചുറപ്പോടെ വിളിച്ചു പറയുന്ന വേർപാടെന്ന ഉപദേശം. എത്ര പേർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്? കാലകരണപ്പെട്ടു പോയൊരു ഉപദേശമാണ് വേർപാട് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? ഇന്നത്തെ പ്രഭാഷകർ ബഹുഭൂരിപക്ഷം ആളുകളും ഈ വേർപാടെന്ന ഉപദേശത്തിലേക്കൊന്നും അധികം വരാറില്ല. എല്ലാവരെയും അല്ല ഞാൻ പറയുക, മിക്കവരും അങ്ങനെ തന്നെയാണ്. കേട്ടോണ്ടിരുന്നാൽ ജനത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം അധികം മെച്ചമല്ലെന്നുള്ളത് കൊണ്ട് കേൾക്കാൻ ഇമ്പകരമായതും അവരുടെ അന്തരംഗത്തിന് സുഖം നൽകുന്നതും കർണരസമാകുമാറും ഉദ്ദിഷ്ടകാര്യങ്ങളുടെ ലബ്ധിക്കുതകുന്ന ചില വഴിത്താരകൾ വെളിപ്പെടുത്തുന്നതിനകത്ത് ഈ കാര്യം പറയാൻ അധികം ആളുകൾ ഒരുമ്പെടാറില്ല. ഇമ്പങ്ങളുടെ പർദീസയിൽ സ്വസ്ഥമായി വിശ്രാമം കൊള്ളുന്ന കേരളക്കരയിലെ കൺവെൻഷൻ വേദികളെ, സുവിശേഷ പ്രഭാഷണ വേദികളെ വചനം കൊണ്ട് ഉഴുതുമറിച്ച് നമ്മുടെ പിതാമഹന്മാരെ ഞാൻ സല്യൂട്ട് ചെയ്യുകയാണ്. അവരുടെ പ്രസംഗം പ്രധാന പ്രമേയം വേർപാട് തന്നെയായിരുന്നു. ഹല്ലേലൂയ. ഇന്നത് കാലകരണപ്പെട്ടു പോയാലും അതിൻ്റെ പിന്തുടർച്ചയ്ക്കായി അതേ തനിമയോടെ നിൽക്കാൻ നമ്മുടെ ഇടയിൽ കുറെ പേരെങ്കിലും ഉള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വേർപാടിൻ്റെ ഉപദേശം കാലം എത്ര പുരോഗമിച്ചാലും, കേരളത്തിലെ ക്രൈസ്തവ സഭാന്തരീക്ഷം എത്ര പുരോഗമിച്ചാലും, ഭാരതം ഇനി എത്ര മുൻപോട്ട് പോയാലും, ലോകമെത്ര ശാസ്ത്രയുഗത്തിന്റെ കണ്ടുപിടുത്തങ്ങളുടെ കുതിപ്പിൽ മുൻപോട്ട് കയറിയാലും, വേർപാടിന്റെ ഉപദേശത്തിനകത്ത് ഒരു സമവായത്തിനും ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് വ്യക്തിപരമായി വെട്ടിത്തുറന്ന് വിളിച്ചു പറയുന്നു, കർത്താവ് താങ്കളെ കൈക്കൊള്ളണമെങ്കിൽ അവനാൽ കൈക്കൊള്ളപ്പെടണം. അവനാൽ കൈക്കൊള്ളപ്പെടണമെന്നുണ്ടെങ്കിൽ വേർപെട്ടേ മതിയാവൂ. ഏതാ വേർപാട്? ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ സകല നടപടിക്രമങ്ങളിൽ നിന്നും വേർപെട്ടേ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു വചനം ഇങ്ങനെയുണ്ട്, സംഖ്യ 16 2 അധ്യായങ്ങൾ ഞാൻ തരികയാണ്. സംഖ്യ 16 അവിടെ വേർപെട്ടുകൊള്ളുവീൻ എന്ന് കനത്ത ശബ്ദത്തിൽ ഒരു ആക്രോശമുണ്ട്. അത് മോശയല്ല, സാക്ഷാൽ സത്യദൈവം തന്നെ പറയുകയാണ്. അല്പകാലത്തേക്ക് മോശ നിയമനിർമ്മാണ പ്രക്രിയയ്ക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സീനായി മലയുടെ മുകളിലേക്ക് കയറിപ്പോയിട്ട് ഇറങ്ങി വരുമ്പോഴും ഇതേപോലെ ഒരു ആക്രോശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് 32 അത് ആദ്യം പറഞ്ഞിട്ട് ഈ സംഖ്യ 16 വരാം. അതായിരിക്കും അതിൻ്റെ ഓർഡറിൻ്റെ ഒരു ഭംഗി. 32 അധ്യായം പുറപ്പാട് പുസ്തകം എല്ലാം വായിച്ചേ പറ്റൂ, അതുകൊണ്ട് വായിപ്പിക്കുന്നില്ല. ഇപ്പം വായിച്ചുകൊണ്ടിരിക്കരുത് നിങ്ങളാരും. 32 ഓർത്തിരുന്ന് വീട്ടിൽ ചെന്ന് വായിക്കണം. പ്രൈസ് ദി ലോർഡ്. കൺവെൻഷൻ പ്രസംഗം നടക്കുമ്പം വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവര് വേദപുസ്തകം വീട്ടിൽ തുറക്കാത്ത മഹതികളും മഹാന്മാരുമാണ്. അപ്പൊ ഇങ്ങനൊരു അധ്യായം കണ്ടപ്പം കേട്ടപ്പം എന്നാ ഒന്ന് നോക്കിയേക്കാം എന്ന് വിചാരിച്ച് അവരിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. പ്രസംഗം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത് രണ്ടും ഗുണമില്ലാതെയാകും. അതുകൊണ്ട് ഇപ്പം വായിക്കണ്ട, ശ്രദ്ധിച്ചോണം. പുറപ്പാട് 32 മോശ നിയമനിർമ്മാണത്തിന്റെ പ്രക്രിയയ്ക്കായി സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണ പ്രക്രിയയുടെ രൂപരേഖ പഠിക്കേണ്ടതിന് മലകേറിപ്പോയപ്പോ 40 ദിവസം മോശയെ കണ്ടില്ല. ജനമാകപ്പാടെ അസ്വസ്ഥരായി. 1, 2, 3 ദിവസമാണെങ്കിൽ എന്തെങ്കിലും ധ്യാനമോ ഉപവാസമായിരിക്കും, വരും നാളെ എന്ന് കാത്തിരുന്നു. ദിനം 40 കഴിഞ്ഞപ്പം അവർ അസ്വസ്ഥരായി. ആ ജനത്തിനിടയിൽ, ആ പാളയത്തിനിടയിൽ വല്ലാത്ത അസ്വസ്ഥതയായി. മോശ കൈവിട്ടു. പുള്ളി തിരിച്ചു പോയതായിരിക്കും. നമ്മളാകപ്പാടെ മരുഭൂമിയിലായി. ഇനി എങ്ങോട്ട് പോകും? ജനമല്ലേ. അവരാകപ്പാടെ പലതും ചെറുതും ചിന്തിച്ചു. ഒടുവിൽ മോശയ്ക്ക് പകരമായി കാര്യങ്ങൾ
നിറവേറ്റേണ്ടതിന് കെയർടേക്കറായി ഏൽപ്പിച്ചിട്ട് പോയ ഒരു ദൈവദാസനുണ്ട്. ആരാന്നറിയാമോ? അഹരോൻ. മോശയുടെ മൂത്ത ജ്യേഷ്ഠനാണ് അഹരോൻ, ഒന്നാമത്തെ മഹാപുരോഹിതൻ, പ്രഥമ മഹാപുരോഹിതൻ. ആ പേര് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അഹരോൻ. മലയാളത്തിൽ അഹരോൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ആരോൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്, ആരോൻ. അങ്ങനെ വരുമ്പം അതിനെക്കുറിച്ചൊരു രസകരമായ ചിന്ത തരാം. ഓരോ പേരുകൾ വരുന്ന വഴിയെ ഓരോരുത്തർക്കും പേരിടുന്നത് യാദർച്ഛികമല്ല. നമ്മുടെയൊക്കെ പേരിൻ്റെ പിന്നിൽ യാദർച്ഛികതയുണ്ടെന്നൊന്നും ചിന്തിക്കരുത്. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനുമാണ്. ഒന്നാമത്തെ മഹാപുരോഹിതന് അഹരോൻ എന്ന് പേരിടുമ്പോൾ ആ ലേവിയ കുടിയിൽപ്പെട്ട അവസാനത്തെ പുരോഹിതന്റെ പേര് സക്കറിയാവെന്നാണ്. അറിയാമോ? കേട്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? സക്കറായ എന്നാണ് ഇംഗ്ലീഷിൽ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പുള്ളി അഹരോനാണ്, അവസാനത്തെ പുള്ളി സക്കരിയാവാണെങ്കിൽ എന്തോ തെളിഞ്ഞു വരുന്നുണ്ട്. A to Z അവരുടെ ഇടപാട് തീർന്നെന്നാ അതിന്റെ അർത്ഥം. എത്ര പേർക്ക് മനസ്സിലായി? അഹരോനിൽ ആ തുടക്കം, സക്കരിയാവിൽ ഒടുക്കമാണ്. കണ്ടോ? ഇതിനിടയ്ക്ക് പിന്നെ വേറെ ആരെയും നമുക്ക് അങ്ങനെ ആ നിലയിൽ കാണാൻ പറ്റില്ല. ഇതിനിടയ്ക്ക് തെളിഞ്ഞു വരുന്ന മറ്റൊരു പുരോഹിതൻ അല്ല, മഹാപുരോഹിതൻ അല്ല, ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ആകാശത്തിൽ കൂടെ കടന്നുപോയി ഒരുവൻ, യേശു അല്ലാതെ വേറൊരാളില്ല. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? ഹല്ലേലൂയ. പിന്നെ ആത്മീയ ചിന്ത പറഞ്ഞാൽ നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് എന്നും കൂടെ അറിയണം. ഓക്കെ, മടങ്ങി വരാൻ നമുക്ക് 12ലേക്ക്. മോശയുടെ അസാന്നിധ്യത്തിൽ കാര്യങ്ങൾ നടത്തുവാൻ പുരോഹിതനും ഇപ്പം നടത്തിപ്പുകാരനും അഹരോൻ തന്നെയാണ്. ജനമെല്ലാം കൂടെ അസ്വസ്ഥരായിട്ട് അഹരോനോട് ചെന്നൊരു കാര്യം പറയുന്നുണ്ട്. ഈ ദൈവദാസന്മാർ 1-2 ആഴ്ചത്തേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ സഭയെ ഏൽപ്പിച്ചിട്ട് പോകും ചിലരെ. അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകുന്നവരെ സൂക്ഷിച്ചോണം. ദൈവവചന പരിജ്ഞാനമില്ലാത്തവരെയും സമർപ്പണമില്ലാത്തവരെയും സാമർഥ്യമില്ലാത്തവരെയും ഉടനടി ഉണ്ടായേക്കാവുന്നൊരു പ്രശ്നത്തെ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്തവരെയൊക്കെ ഏൽപ്പിച്ചിട്ട് പോയാൽ സംഗതി ആകപ്പാടെ അവതാളമാകും എന്നുകൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണത്. ഏൽപ്പിച്ചിട്ട് പോയി അഹരോനെ കാണാതിരുന്നപ്പോൾ ജനമെല്ലാം കൂടെ അസ്വസ്ഥരായി. അഹരോന്റെ വട്ടം കൂടിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഞങ്ങളുടെ മുൻപിൽ നടന്ന മോശയെ കാണാനില്ല, മോശ പോയതായിരിക്കും, എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ ഒരു ദൈവം വേണം, ദൈവമില്ലാതെ ഞങ്ങൾക്ക് നടക്കാനാവില്ല, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ദൈവത്തെ ഉണ്ടാക്കി തരണമെന്നുള്ള നിവേദനത്തിന്റെ തുടക്കം അവിടെയാണ്. ഇവിടെ മോശയെന്ന ദിവ്യപുരുഷന്, മോശയെന്ന ദൈവപുരുഷന്, മോശയെന്ന വചന പാണ്ഡിത്യമുള്ള അനുഗ്രഹിത കർത്തൃദാസന് പകരം നിൽക്കുന്ന അഹരോൻ, ചേട്ടൻ എന്നൊക്കെയുള്ളത് ഞാൻ വിടുന്നു, അനുഗ്രഹിത ദൈവദാസൻ ആയിരിക്കേണ്ടവൻ ദൈവത്തെ ഉണ്ടാക്കി തരിക എന്ന വാചകം കേട്ടപ്പം ആ ചോദ്യത്തിനകത്ത് തന്നെയുള്ള മണ്ടത്തരം വെളിപ്പെടുത്തിയിട്ട് അവരെ ബോധവൽക്കരിക്കണമായിരുന്നു. ഞങ്ങൾക്കൊരു ദൈവത്തെ കാണിച്ചു തരാനോ ഞങ്ങൾക്കൊരു ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തരാനോ അല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞേ? ഉണ്ടാക്കി തരാൻ. അപ്പോൾ ഈ ദൈവദാസൻ പറയണം, കുഞ്ഞുങ്ങളെ, ദൈവത്തെ ആരും ഉണ്ടാക്കുന്നതല്ല, ദൈവം ഉണ്ടായവനുമല്ല, ദൈവം ഉള്ളവനാണ്. ഇന്നലെ രാത്രി ഞാനത് പറഞ്ഞതാ. അപ്പൊ ദൈവത്തെ ഉണ്ടാക്കേണ്ടതല്ല, ആരാണ്ട് കുത്തിയിരുന്ന തച്ചിൻ ഉണ്ടാക്കുന്നതൊന്നുമല്ല ദൈവം. നിങ്ങളെ മിസ്രയീമിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് അത്ഭുതങ്ങളുടെ പരമ്പരകൾ തീർത്ത് നിങ്ങൾക്ക് സമയാസമയങ്ങൾ കുടിക്കാൻ വെള്ളം, കഴിക്കാൻ ആഹാരം, നിങ്ങളെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകാൻ പാഞ്ഞെടുത്ത് ആയിരക്കണക്കിന് ശത്രുപക്ഷങ്ങളെ ഒന്നിച്ച് ഓടിച്ചു കളഞ്ഞിട്ട് ഈ മരുഭൂമിയുടെ ചൂടേൽക്കാതെ ഇവിടുത്തെ കനത്ത ഇരുട്ടിൽ നിങ്ങൾ തട്ടിമുട്ടി വീഴാതെ കൺമണി പോലെ പരിപാലിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ആ ദൈവത്തെ ആരും ഉണ്ടാക്കിയതല്ല, ആ ദൈവം ഉണ്ടായി വന്നതുമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം അസ്ഥാനത്താണ്, മണ്ടത്തരമാണ്, അനാത്മികമാണ്. പോയി പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞു വിടേണ്ടതിന് പകരം അവൻ പറഞ്ഞ സംഗതി, കൊണ്ടുവാ നിങ്ങളുടെ ആഭരണം. എല്ലാവരും കൂടെ ഒരു വലിയ സ്തോത്ര കാഴ്ച എടുത്തപ്പം കുമിഞ്ഞുകൂടിയ ആഭരണങ്ങൾ അത് കൊണ്ട് അവൻ ഒരുക്കി വാർത്ത് ഒരു ദൈവത്തെ ഉണ്ടാക്കിക്കൊടുത്തു. അടിമടിയിൽ കരുതിയിരുന്ന വീതുളി, കൊത്തുളി എന്ന് പറയും, വീതുളിയല്ല കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു ദൈവത്തെ ഉണ്ടാക്കി അവരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടൊരു ഡയലോഗ് കൂടെ പറഞ്ഞു. അതാ കഷ്ടം. ഇസ്രായേലേ, നിന്നെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ദൈവം ദേ ഇതാ. ഹല്ലേലൂയ. ഞാൻ അഹരോനോടായിട്ടൊരു ചോദ്യം, നിങ്ങളോടല്ല. അച്ഛാ, മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ എല്ലാം അവിടെ വിട്ടിട്ടാണല്ലോ പോന്നേ, പിന്നെ ഈ കൊത്തുളി എവിടുന്ന് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അഹരോന് മറുപടി ഉണ്ട്. ഒരു യാത്ര പോവുകയല്ലേ, ഇരിക്കട്ടെ എന്നും പറഞ്ഞ്
അന്ന് അടിമടിയിൽ കരുതിയതാണ് ഈ കൊത്തുളി. മനസ്സിലാകുന്നുണ്ടോ? ശുശ്രൂഷയ്ക്ക് ദൈവം വിളിക്കുമ്പം, വിശ്വാസത്തിലേക്ക് കർത്താവ് വിളിക്കുമ്പം, ആത്മീയ അനുഭവത്തിലേക്ക് കർത്താവ് വിളിക്കുമ്പം അതിന് ചേർച്ചയല്ലാത്ത വല്ലതും കയ്യിലുണ്ടെങ്കിൽ അത് നാളെ നമുക്ക് ദോഷമായി മാറും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ചിലർ ഇറങ്ങി പുറപ്പെട്ടെന്നൊക്കെ പറഞ്ഞു, ഞാൻ ഫറവോന് അടിമയല്ല, ഫറവോന് ഞാനിനി അടിമയല്ല എന്നൊക്കെ ഗംഭീരമായി പാടും. പക്ഷെ ശ്രദ്ധിച്ചാൽ അറിയാം, പാട്ട് പാടുന്നത് ഫറവോന്റെ തിണ്ണയിലും അവന്റെ ചാരുകസേരയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ്. ഇനി അവിടെ വിട്ടെന്ന് തോന്നിയാൽ പോലും വിടാത്തത് എന്തൊക്കെയോ കയ്യിൽ ഇന്നും കരുതിയിട്ടുണ്ട് പലരും. അതവർക്ക് വിനാശമായി മാറും. ഈ അഹരോന് അങ്ങനെയാണ് അബദ്ധം സംഭവിച്ചത്. അവൻ ഉണ്ടാക്കിക്കൊടുത്തൊരു ദൈവത്തെ. ആ സന്ദർഭമാണ് 32-ാം അധ്യായം. ഒടുവിൽ താഴെ പുതിയ ദൈവത്തെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മലയടിവാരത്ത് അതിനെ തോളിലേറ്റിക്കൊണ്ട് ഹോയ് ഹോയ് പറയുന്ന ആദ്യത്തെ റാസ തുടങ്ങിയത് 32-ലാ. അറിയാമോ? ദൈവത്തെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് കെട്ടുകാഴ്ച ഇടപാടെല്ലാം കൂടെ നടത്തി പാട്ടും പാടി ജനം അവിടെ ആഘോഷിക്കുന്ന ശബ്ദഘോഷം അങ്ങ് മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോ ദൈവം പറഞ്ഞു, ജനം കെട്ടഴിഞ്ഞു, ജനം പാപം ചെയ്തു, ജനം അനാത്മികതയിലേക്ക് കൂപ്പുകുത്തി, ഇവരെ ഞാൻ കൈവിടുകയാ. മോശ അന്തിച്ചു പോയി. മോശ ചോദിച്ചു, എന്താ പറ്റിയത്? ദൈവം വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു. എഴുതപ്പെട്ട പ്രമാണം അവന്റെ കയ്യിലേക്ക് കൊടുത്തു. അഗ്നിമയമായ പ്രമാണവുമായി മോശ മലയിറങ്ങി വരുമ്പോൾ കണ്ട കാഴ്ച അന്യദൈവത്തിന് മുമ്പിൽ പ്രണമിക്കുന്ന ജനത്തെയാണ്. അതിന് മുമ്പിൽ കൊട്ടിഘോഷിക്കുന്ന ജനാബലിയ. കോപിഷ്ഠനായ മോശ അവിടെ നിന്നുകൊണ്ട് ദൈവാത്മനിയോഗത്തോടുകൂടെ ആക്രോശം നടത്തുന്നൊരു ഡയലോഗ ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാകുന്നത്. ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ, വേർപെട്ടു മാറട്ടെ. കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ അവിടെ വേർപെടേണ്ടത് എന്തിൽ നിന്നാണെന്നറിയാമോ? വിഗ്രഹാരാധനയിൽ നിന്ന്, അനാത്മീകതയിൽ നിന്ന്, ദൈവമല്ലാത്തതിനെ കുമ്പിടുന്ന പ്രവണതയിൽ നിന്ന്, കാര്യസാധ്യത്തിന് വേണ്ടി വെച്ചുണ്ടാക്കപ്പെട്ടതിന്റെ മുൻപിൽ കുമ്പിടുന്ന പ്രവണതയിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നവനെയാ കർത്താവ് കൈക്കൊള്ളുന്നത്. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട് ഇന്ന് രാത്രിയിൽ? ക്രൈസ്തവീകതയുടെ ആഴമേറിയ ആത്മീയ ഉപദേശങ്ങൾ വേദപുസ്തകത്തിലാകെ പരതിയാൽ ലഭിക്കപ്പെടുന്ന മഹത്തായ സത്യമാ ഇന്ന് രാത്രി ഈ വേദിയിൽ നിന്നുകൊണ്ട് ദൈവദാസന്മാരായ ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു, സത്യദൈവമല്ലാതെ പ്രപഞ്ചത്തെ ഒറ്റവാക്കുകൊണ്ടുണ്ടാക്കി ഇതിനെ അണികളുടെ വ്യതിചലിക്കാതെ നിയന്ത്രിച്ച് നിയോഗിച്ച് പരിപാലിച്ച് പരിരക്ഷിക്കുന്ന സാക്ഷാൽ സത്യദൈവമായ സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, സർവ്വാധികാരി, നിത്യൻ, മാറ്റമില്ലാത്തവനായ ദൈവത്തെ അല്ലാതെ എന്തിനെ ആരാധിക്കുന്നു അതിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നവനെ കർത്താവ് കൈക്കൊള്ളാനിടയാകും. ബോധ്യമായവരെ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ആത്മീയ ചിന്തയാകതാരിൽ വന്നു കയറിയവർ ഇന്ന് രാത്രി കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ആരെയാ കർത്താവ് കൈക്കൊള്ളുന്നത്? എല്ലാവരെയുമല്ല. വിഗ്രഹത്തെ ഉണ്ടാക്കിയവനെയോ തോളിലേറ്റിയവനെയോ നമിക്കുന്നവനെയോ തുടയ്ക്കുന്നവനെയോ വൃത്തിയാക്കുന്നവനെയോ അതിന് വേണ്ടുന്നത് അർപ്പണം ചെയ്യുന്നവനെയോ അല്ല, അതിനെ വിട്ട് സത്യദൈവത്തെങ്കിലേക്ക് വരുന്നവനെ. സത്യദൈവം ആരുടെയും കുടുംബ സ്വത്തല്ല. സത്യദൈവം ആരുടെയും മതത്തിന്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്നതല്ല. സത്യദൈവം ഏതെങ്കിലും ദുർമന്ത്രവാദിയുടെ മന്ത്രോച്ചാരണത്തിന്റെ അക്ഷരക്കൂട്ടിനകത്ത് കാലുകുരുങ്ങി നിൽക്കുന്നവനല്ല. സത്യദൈവം സർവാധികാരിയാണ്, പരമാധികാരിയാണ്. അവൻ ആരുടെയും മുമ്പിൽ ഓച്ചാനിക്കുന്നില്ല. ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഓച്ചാനിച്ചു വന്നു നിൽക്കുന്ന ഒരു കുട്ടിഭൂതമല്ല. അലാവുദ്ദീൻ വിളക്കൊരസുമ്പോൾ വരുന്ന കുട്ടിഭൂതത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? രാധയും പിന്നാര രാജുവും കൂടെ ഓം ഹ്രീം എന്ന് പറയുമ്പോൾ വരുന്ന മായാവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടല്ലോ, ഏതാ കുട്ടൂസൻ ാകിനിയും അവര് വിളിക്കുമ്പോൾ വരുന്ന ലുട്ടാപ്പിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതൊന്നുമല്ല വേദപുസ്തകം വെളിപ്പെടുത്തുന്ന സത്യദൈവം. ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവൻ, അവനിലേക്ക് വരാത്തടുത്തോളം കർത്താവ് നിന്നെ കൈക്കൊള്ളുകയില്ല. ബോധ്യമായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവ വേർപെട്ടുകൊള്ളണം. എവിടെ നിന്ന്? വിഗ്രഹാരാധനയിൽ നിന്ന്. ജനത്തെ വിഗ്രഹാരാധനയിലേക്കും കുത്തഴിഞ്ഞ ജീവിതത്തിന്റെ അധമമായ അനുഭവത്തിലേക്ക് കെട്ടഴിച്ചു വിട്ട അഹരോനൊടുവിൽ എന്താ പറ്റിയതെന്നറിയാമോ? കേട്ടോണേ. ജനത്തെ വചനപ്രകാരം നയിക്കാതെ അബദ്ധോപദേശങ്ങളിൽ നയിക്കുന്ന മുഴുവൻ ആളുകൾക്കും വന്ന് സംഭവിക്കാൻ പോകുന്നത് ഇതാ: വാഗ്ദത്ത ദേശത്തെത്തുന്നതിന് മുമ്പ് വീണ് തകരും. ദൈവത്തിന് പ്രസാദമില്ലാത്തവൻ വീണ് തകരും. ഉറപ്പാണ് കാര്യം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ മോശയോട് യഹോവയായ ദൈവം പറഞ്ഞു,
ചേട്ടനെ വിളിച്ചുണ്ട ഹോർ പർവ്വതത്തിലേക്ക് കയറാൻ. ഹോർ പർവ്വതം എന്തിനാന്ന് ചോദിക്കാൻ പാടില്ല, പരമാധികാരിയുടെ നിർദ്ദേശമാണ്. ചേട്ടൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു, അച്ഛാ, യഹോവയായ ദൈവം പറയുന്നു നമുക്ക് ഹോർ പർവ്വതത്തിലേക്ക് പോകണം. എന്തിനാ കുഞ്ഞെ? അറിയില്ല, ദൈവത്തിനെന്തോ കാര്യപരിപാടിയുണ്ട്. മൂത്ത മോനെയും കൂടെ കൊണ്ടുപോകാം, എലയാസർ. 3 പേരും കൂടെ കയറുക ആ മല. മോശ ഒത്തിരി മല കയറിയിട്ടുണ്ട്. ഇപ്പം ദേ കയറുക ചേട്ടനുമായി ഒരുമിച്ച്, ചേട്ടനെയും ചേട്ടൻ്റെ മകനെയും കൊണ്ട്. ഹോർ പർവ്വതത്തിൻ്റെ നെറുകയിലെത്തി. അവിടെ ചെന്നപ്പോൾ യഹോവയുടെ ശബ്ദം വീണ്ടും മോശയുടെ കാതിൽ, നിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഇതുവരെ അവകാശമായി വെച്ചനുഭവിച്ചിരുന്ന ആ പുരോഹിത വസ്ത്രമുണ്ടല്ലോ, കുപ്പായം, അത് ഊരിക്കോളാൻ പറഞ്ഞു. മോശ അരികിലേക്ക് ചെന്ന് ചേട്ടൻ്റെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ മഹനീയമായ, വിശുദ്ധമായ, ശ്രേഷ്ഠമായ അവകാശത്തിൻ്റെ, ഓഹരിയുടെ, അനുഗ്രഹത്തിൻ്റെ, പദവിയുടെ ആ കുപ്പായം ഹുക്കുകൾ ഓരോന്നും അഴിച്ചു. അഹരോൻ ചോദിച്ചു, എന്താ കുഞ്ഞെ നീ ചെയ്യുക? അവൾ പറഞ്ഞു, അച്ഛാ, എനിക്കറിയില്ല, യഹോവ എന്നോട് പറയുന്നു അങ്ങയുടെ ശരീരത്തിൽ നീ കുപ്പായം വേർതിരിക്കാൻ. കാതരമിഴികളോട് നോക്കി നിന്നതല്ലാതെ തടയാൻ കൈ പൊങ്ങിയില്ല. ദൈവത്തിൻ്റെ പദ്ധതി എന്തോ ഉണ്ട്. കാത്തുനിന്നു, കണ്ണ് നിറഞ്ഞു ഒഴുകുന്നുണ്ട്. അഹരോന്റെ കണ്ണ് നിറഞ്ഞതിനേക്കാൾ മുൻപേ മോശയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകണം. ചേട്ടനെ ഇത് ധരിപ്പിച്ചതും അവനെ അഭിഷേകം ചെയ്തതും കാൽവിരലുകളിൽ, കൈവിരലുകളിൽ യഹോവ പറഞ്ഞതുപോലെ രക്താർപ്പണം കൊണ്ട് അവനെ ഈ തൽസ്ഥാനത്തേക്ക് നിയമിച്ചതൊക്കെ മോശയാ. ആ മോശയുടെ കരങ്ങൾ ഹുക്കോരൊന്നഴിച്ച് ആ വിശുദ്ധ കുപ്പായം ശരീരത്തിൽ നടത്തിയെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം, അത് എലയാസറിനെ ധരിപ്പിക്കുക. അപ്പൻ്റെ ശരീരത്തിൽ നിന്ന് അഴിച്ചെടുത്ത് മകൻ്റെ ശരീരത്തേക്ക് അത് ധരിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നിലൊരു ശബ്ദം കേട്ട് മോശ തിരിഞ്ഞു നോക്കുമ്പോൾ മഹാപുരോഹിതൻ പടഞ്ഞു വീഴുക തറയിലേക്ക്. ഇത്രയും നാൾ പാലും തേനും ഒഴുകുന്ന ദേശം, അത്തിക്കായ്കൾ, മാതളനാരകം, മുന്തിരി, ഫലമൂലാദികൾ ഇഷ്ടം പോലെയുള്ള ദേശം, ആടുമാട് മൃഗസമ്പത്ത് ധാരാളമുള്ളത്, 100 മേനി വിളവ് തരുന്നത്, യോർദാന്റെ സമതല പ്രദേശം, എല്ലാ നിലയിലും മെച്ചമായത്, ആരും കൊതിക്കുന്ന ദേശം, 100 ആവർത്തി പറഞ്ഞ് ഈ ജനത്തെ നടത്തിക്കൊണ്ടുവന്ന ഈ മഹാപുരോഹിതൻ അവിടെ കാലുകുത്തുന്നതിന് മുൻപ് വീണ് തകരുകയാണ്. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? എന്താണെന്നറിയാമോ? അബദ്ധോപദേശങ്ങളിൽ നടക്കുന്നവരും അബദ്ധോപദേശങ്ങളിലേക്ക് ജനത്തെ നടത്തുന്നവരും ഒരേപോലെ കർത്താവിനാൽ കൈവിടപ്പെട്ടു പോകും. അത് അഹരോനായാലും ദൈവത്തിന് ദാക്ഷിണ്യമില്ല. ഉപദേശം അതുകൊണ്ട് തനിമയോടെ ഏറ്റെടുക്കണം, വേർപെട്ട് നിൽക്കണം. അവരെ കർത്താവ് കൈക്കൊള്ളുന്നത്. വേർപെടാതെ നിൽക്കുന്നവൻ പട്ട് തകർന്നു പോകും. അത് വരാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രിയിൽ 2 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 16-ാമത് വാക്യത്തിലെ വേർപെട്ടുകൊള്ളുക എന്നുള്ള ഉപദേശത്തെ ഹൃത്തടത്തിൽ ഏറ്റുകൊള്ളണം. ഇനി എന്തെങ്കിലും കൂടെ ഒക്കെ സാധിച്ചിട്ട് പോരാം എന്ന് വിചാരിക്കേണ്ട, ഇന്ന് രാത്രി അതിന്റെ ദിനമാക്കിക്കോണം. പ്രൈസ് ദ ലോർഡ്. കാലങ്ങൾ ഓരോന്ന് പിന്നിട്ടു. ഇനിയും ഒരു കൺവെൻഷൻ കൂടെ കഴിഞ്ഞിട്ടാകട്ടെ, നാളെ രാത്രിയിലേയും കൂടെ കേട്ടിട്ടാകട്ടെ എന്ന് വിചാരിക്കണ്ട. നാളെ രാത്രിക്ക് മുമ്പേ തണുത്ത ഒരു കരം നമ്മെ തട്ടി വിളിച്ച് കം ബാക്ക്, കൂടെ പോരെ എന്ന് പറഞ്ഞാൽ, നോ, കുറച്ചുകൂടെ കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറയാൻ ആർക്കും തൻ്റെ ഇടമില്ല, നെഞ്ചുറപ്പില്ല. അതുകൊണ്ട് വചനം ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ വേർപെട്ടിരിക്കണം. ഏതിൽ നിന്ന്? അന്യദൈവങ്ങളിൽ നിന്ന്. തീർന്നില്ല, ഒന്നുകൂടെ പറയാം, വേർപെട്ടിരിക്കണം. അത് ദൈവസഭയോടുള്ള ആശയമാകട്ടെ. വേർപെട്ടിരിക്കണം. എവിടെ നിന്ന്? മത്സരികളുടെ ഇടയിൽ നിന്ന്. ഓ പ്രൈസ് ദ ലോർഡ്. വിഗ്രഹത്തെയൊക്കെ വിട്ട് ഞങ്ങൾ ഇങ്ങനെ പോന്നതാ പാസേ, എന്നേ വിഗ്രഹത്തെ വിട്ടതാ. പക്ഷെ മത്സരം വിട്ടിട്ടുണ്ടോ? മത്സരം വിട്ടിട്ടില്ലെങ്കിലും കർത്താവ് കൈക്കൊള്ളത്തില്ല. വേർപെട്ട് നിൽക്കണം. അതിനാധാരമായ അധ്യായമാ സംഖ്യ 16. കോരഹ്, ദാദാൻ, അബീരാം, ഓൻ എന്ന് പറയുന്ന 4 പേര് അഭിഷക്തനെതിരെ നിഗൂഢ സംഘമായി മാറുന്നു. മനസ്സിലാകുന്നുണ്ടോ? ദൈവസന്നിധിയിലേക്ക് മോശ നെടുമ്പാട് വീണ് ചെന്ന് കരഞ്ഞു, എൻ്റെ കർത്താവ്, ഞാൻ എന്നാ ചെയ്തിട്ട്? എന്നെ നീ നേതാവാകണം, നടത്തിപ്പുകാരനാക്കണമെന്ന് വല്ലതും ഞാനും എൻ്റെ ചേട്ടനും ഒന്നും കരഞ്ഞിട്ടില്ലല്ലോ. നീ ഞങ്ങളെ തെരഞ്ഞെടുത്ത് ആക്കി വെച്ചതല്ലേ. ഇപ്പൊ ജനം ഞങ്ങൾക്കെതിരാ. കോരക തന്നെ ഇങ്ങനെ പറയുന്നു, ദാദാനും അബീരാമും ഓനും ഞങ്ങൾക്കെതിരെയാ. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ആകപ്പാട് ദൈവം മുൻപാകെ വീണ് കിടന്ന് കരഞ്ഞു. യഹോവയായ ദൈവം പറഞ്ഞു, നീ എന്തിനാ കരയുക? ഞാൻ ഏറ്റു കാര്യം. നിങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടു മാറിക്കോ.
ക്രൈസ്തലോ, അവർ മത്സരികളും ദ്വേഷിതരുമാണ്, പകയ്ക്കുന്നവരാണ്. ഈ ജനത്തിനിടയിൽ കലഹമുണ്ടാക്കാൻ വേണ്ടി എഴുന്നേറ്റവരാ 4 പേരും. ഞാൻ കൈകാര്യം ചെയ്തോളാം. ദൈവദാസന്മാരോട് ഞാനൊരു കാര്യം പറയാം. ശുശ്രൂഷയ്ക്കെതിരെ ഉയരുന്ന സകല വാദപ്രതിവാദങ്ങൾക്കും സകല പോരാട്ടങ്ങൾക്കും പ്രാർത്ഥനാമുറി മറുപടി കണ്ടോണം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ നിവേദനമുണ്ടാക്കാനും ഒപ്പുശേഖരണത്തിനൊന്നും നീ നിൽക്കരുത്. വിളിച്ചത് കർത്താവാണെ കർത്താവ് കൈകാര്യം ചെയ്തോളും. എത്ര വമ്പൻ താരം നമുക്കെതിരെ എത്ര നിഗൂഢ പദ്ധതികൾ ആവിഷ്കരിച്ചാലും അതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ കഴിയുന്നൊരു കർത്താവ് നമ്മെ വിളിച്ചെന്ന കാര്യം മറക്കരുത്. ആ വസ്തുത ഓർത്തുകൊള്ളണം. മോശ പ്രാർത്ഥനാ മുറിയിൽ മറുപടി കിട്ടുക. മോശയ്ക്ക് എന്താ മറുപടി? വേർപെട്ടിരിപ്പീൻ അവരുടെ ഇടയിൽ നിന്ന്. വേർപെട്ടു ജനം. ആ ശബ്ദം അവിടെ ഉച്ചത്തിൽ കേൾക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടുകൊള്ളുക. അശുദ്ധമായതൊന്നും തൊടരുത്, അവരുടേതായിട്ടുള്ളതൊന്നും തൊടരുത്. എല്ലാ ജനവും മാറി നിന്നു. ആ മാറി നിൽക്കുന്ന ജനത്തെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. കാരണം ദൈവവചനം കേട്ടിട്ട് മറ്റൊന്നും നോക്കാതെ ആ ഗ്രൂപ്പിൽ നിന്ന് അവരങ്ങ് മാറുകയാണ്. ആ മാറി നിൽക്കുന്ന കൂട്ടത്തിൽ 1-2 പിള്ളേരെ എടുത്തു കാണിക്കേണ്ടതുണ്ട്, 1-2 ചെറുപ്പക്കാരെ കാണിക്കേണ്ടതായിട്ടുണ്ട്. എടുത്തു പറയുന്നു സംഖ്യ 26:11. ചിലങ്ങനെ പറയാറുണ്ട്, ഈ പിള്ളേരെന്തായാലും ഭൂമി വായ്പടർന്ന് വിഴുങ്ങി അവരെ കൊന്നുകളയുന്നതിന് മുമ്പ് 5-6 സങ്കീർത്തനം എഴുതി വെച്ചിട്ട് പോയത് നന്നായിരുന്നു. അങ്ങനെ പ്രബോധിപ്പിക്കുന്നവരുണ്ട്. കോരകന്റെ പുത്രന്മാരെഴുതിയ സങ്കീർത്തനം ഭൂമി വിഴുങ്ങുന്നതിന് മുമ്പ് എഴുതിയതാണെന്ന ചിലരുടെ വ്യാഖ്യാനം. അല്ലല്ല, അങ്ങനല്ല. ഈ കോരകന്റെ പുത്രന്മാർ സങ്കീർത്തനം എഴുതാൻ പിന്നെ കാരണമായതിൻ്റെ പ്രധാന സംഗതി അവരെ ഭൂമി വിഴുങ്ങിയില്ല. അതിനെന്താ തെളിവ്? 26:11 ഒരു കുഞ്ഞു വാക്യം കൊടുത്തിട്ടുണ്ട്. യേശു കണ്ണുനീർ വാർത്തു എന്ന് പറയുന്ന പോലെ ഒരു കുഞ്ഞു വാക്യം അവിടെ കൊടുത്തിട്ടുണ്ട്. കോരകന്റെ പുത്രന്മാരോ മരിച്ചില്ല, അത്രയേ ഉള്ളൂ. അതെന്താ കാര്യമെന്നറിയാമോ? ഭൂമി വായു പിളർന്ന് വിഴുങ്ങാൻ വായം കൊണ്ട് പിളർന്നപ്പം ഇവർക്ക് പതച്ചു നിൽക്കാനോ ചാടി നിൽക്കാനോ ഡൈവ് ചെയ്ത് മാറാനോ അഭ്യാസമുറകളൊന്നും അറിയാവുന്നതുകൊണ്ടല്ല. മാറാൻ പറഞ്ഞപ്പോൾ മാറിയതാ കാരണമായത്. മനസ്സിലാകുന്നുണ്ടോ? വേല എനിക്കറിയാം. എന്നാ സംഗതി വന്നാലും ഞാനതിനെ ചെറുത്തു നിൽക്കും. എനിക്ക് നെഞ്ചുറപ്പുണ്ട്, എനിക്ക് ആളുണ്ട്. എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഫോൺ എടുത്ത് ഞാൻ പടപടപടപടപടാന്ന് 10 നമ്പർ ഡയൽ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു 0 കൂടെ ചേർത്ത് വിളിച്ചാൽ, അല്ലെങ്കിൽ 1-2 നമ്പരും കൂടെ ഒരു ചേർത്ത് ഇന്റർനാഷണൽ കോളാക്കിയാൽ മറുതലയ്ക്കൽ എൻ്റെ കാര്യം സാധിച്ചു തരാൻ വമ്പൻ താരങ്ങളുണ്ടെന്നൊക്കെ വെറുതെ വീമ്പളക്കുന്ന ആളുകളുണ്ട്, വെറുതെ ദാർഢ്യത്തോടെ പോകുന്ന ആളുകളുണ്ട്. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരം നിനക്ക് പ്രതികൂലമായാൽ നിന്റെ ഫോൺ ചലിക്കത്തിൽ, അറിയാമോ? നിന്റെ ബന്ധുബലോ സ്വാധീനതയുമെല്ലാം ആസ്ഥാനത്തായി പോകും. പക്ഷെ വചനം കേട്ട് മാറി നിന്നാൽ കർത്താവ് നിന്നിൽ പ്രസാദിക്കും, കർത്താവ് നിന്നെ കൈക്കൊള്ളും, കർത്താവ് നിന്നെ തന്റേതാക്കി മാറ്റും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പന് തെറ്റിപ്പറ്റിപ്പോയതാ, അമ്മയ്ക്ക് തെറ്റിപ്പറ്റിപ്പോയതാ, എൻ്റെ ചേട്ടന് മണ്ടത്തരം പറ്റിപ്പോയതാ, അല്ലെങ്കിൽ അനിയന് മണ്ടത്തരം പറ്റിപ്പോയതാ എന്നൊന്നും നീ പെറുപെറുക്കണ്ട. വേർപെട്ടുകൊള്ളാൻ ആലോചന കേട്ടപ്പം അവർ വേർപെട്ടു. അത് അവർക്ക് ഗുണമായിക്കൊണ്ടിരിക്കുന്നു. ആ ഗുണത്തിന്റെ വക്താവായി മാറാൻ ഇന്ന് രാത്രി ദേശത്തോട് വിളിച്ചു പറയുന്നു, വേർപെട്ട് നിന്നോണം. ആ വിഗ്രഹാരാധനയിൽ നിന്നും പിന്നെ മത്സര മനോഭാവത്തിൽ നിന്നും മത്സരിക്കല്ലേ. സഹോദരി സമാജം ഒത്തിരി പേര് ഇവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയാം, മത്സരം ആഭിചാരദോഷം പോലെയാ. ലീഡ് ചെയ്ത ദൈവദാസൻ അത് പറഞ്ഞു. മുമ്പോട്ട് കയറാൻ പറഞ്ഞപ്പോഴും പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വട്ടം കറങ്ങിയവരെ നോക്കിക്കൊണ്ടാ അദ്ദേഹം പറഞ്ഞ മത്സരം കൊള്ളത്തില്ലെന്നൊക്കെ ഉള്ളത്. മത്സരം ആഭിചാരദോഷം പോലെ എന്നൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. അതല്ല ഞാൻ പറയാൻ വരുന്നത്. ഇവിടെ മത്സരം വചനവിരുദ്ധമായ നിലപാടുകളാണ്. മനസ്സിലാകുന്നുണ്ടോ? വേർപെട്ട് നിൽക്കാൻ പറഞ്ഞപ്പോൾ വേർപെടാതെ കൂട്ടത്തിൽ നിന്ന മുഴുവൻ ആളുകൾ, 253 ആളുകൾ, കോരഗ്, ദാദാൻ, അബീരാം, ഓൻ, ഈ 4 നേതാക്കന്മാരെ, പിന്നെ അവരോടുകൂടെ ചേർന്ന കുറെ ആളുകൾ, അവർക്ക് വേണ്ടി ദൈവം ന്യായവിധി. പക്ഷേ മൊത്തത്തിൽ വിഴുങ്ങിയപ്പം 253 ആളുകൾ മൊത്തത്തിൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് പോയി. അവർ നിന്ന തട്ടകം 2ആയി പിളർന്നു മാറി. മുഴുവൻ ആളുകളും അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഭൂമി പൂർവ്വസ്ഥിതിയെ പ്രാപിച്ചു. നോക്കുക, വേർപെടാതെ മാറി നിന്ന് വചനത്തോട് ധിക്കാരം കാട്ടിയ, അഭിഷക്ത മോശയോട് ധിക്കാരം കാട്ടിയ അവർ അനുഭവിക്കേണ്ടി വന്ന് യാതന ഭയാനകമാണ്. എന്നാൽ ആ സംഭവത്തിലല്ലാതെ തന്നെ മറ്റൊരു മത്സരം ഒരു സഹോദരി നടത്തിയതിനെ ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് മത്സരികളുടെ ഇടയിൽ നിന്ന് വേർപെടണമെന്ന ആശയത്തെ ഒന്നുകൂടെ സ്പഷ്ടമാക്കാൻ ആഗ്രഹിക്കുന്നു. മോശ എന്ന അഭിഷക്തിന് വിരോധമായി കോരഗ്, ദാദാൻ, അബീരാം, ഓൻ മാത്രമല്ല, ഈ മോശയുടെ മൂത്ത പെങ്ങളുണ്ടല്ലോ, ആരാ?
മിരിയാം അവൾ മത്സരിച്ചു. അതിന്റെ ഫലം എന്താ സംഭവിച്ചത്? അതും കൂടെ കേൾക്കണം. ഈ നാത്തൂമ്പോരിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ ഉത്തരം വ്യക്തമാ. ആരാന്നറിയാമോ? മിരിയാം തന്നെയാണ്. ആങ്ങളെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് വല്ലാത്ത ദോഷമുണ്ടാക്കുകയും വീട്ടിനകത്ത് പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്ത ആദ്യത്തെ നാത്തൂനാണ് ആര്? നാത്തൂന്മാരൊന്നും മിണ്ടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ആങ്ങളയുടെ ഭാര്യയോട് പോരുണ്ടാക്കുന്ന ആ ഒരു ഇടപാടുണ്ടല്ലോ, നാത്തൂൻ പോരെന്നൊക്കെ നമ്മൾ പറയുന്ന, അതാദ്യം തുടങ്ങിയ പുള്ളിയാണ് ആര്? മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു. ദൈവത്തിന് അതിന് പരാതിയില്ല. ദൈവം അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. ദൈവത്തിന്റെ ഹിതമായതുകൊണ്ടാകാം മോശ അങ്ങനെ ചെയ്തത്. ദൈവഹിതമല്ലാത്ത കാര്യത്തിലൊന്നും മോശ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് ദൈവം അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അഹരോന് സഹിക്കാൻ വയ്യ, ഈ അമ്മാമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ വയ്യ. ആർക്കാ? മിരിയാമിന്. ഒരിക്കൽ മോശയുടെ രക്ഷകയായി വന്നയാളാ പെട്ടകത്തിനകത്ത് അപ്പനും അമ്മയും കൂടെ കൊടുത്തപ്പോൾ വിദഗ്ധമായി ഞാങ്ങണക്കാട്ടിനകത്ത് കൊണ്ടുവച്ചു. ഹിപ്പോപ്പൊട്ടാമസ് എന്ന ഞാങ്ങണയുടെ ഇടയിൽ ദുഷ്ടജന്തു എന്നൊക്കെ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന 68-ാം സങ്കീർത്തനം പറയുന്ന ഹിപ്പോപ്പൊട്ടാമസ് വായങ്ങോട്ട് തുറന്നാൽ മൊത്തത്തിൽ മോശ വിഴുങ്ങാൻ പാകത്തിന് വായി തുറക്കാൻ പറ്റുന്നൊരു ജീവിയാ. എന്ത് കിട്ടിയാലും അകത്താക്കുന്ന ഒരു വല്ലാത്ത ഹിംസ്രജീവി. അതൊക്കെയുള്ള ഞാങ്ങണക്കാട്ടിന്റെ ഓരത്തി പെട്ടകം കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് ഓടിപ്പോരണമെന്നാ പറഞ്ഞേ. പക്ഷെ അവൾ പോകുന്നില്ല, അവിടെ തന്നെ നിന്നു. എന്താ ഇവിടെ നിൽക്കുന്നേ? ഓടിപ്പോക്കോ, നിന്നെ ആരെങ്കിലും കണ്ട കുഴപ്പമാകും എന്ന് പറഞ്ഞാൽ അവൾ പറയും, ഇല്ല, എൻ്റെ കുഞ്ഞാങ്ങൾക്ക് എന്ത് ഭവിക്കും അതെനിക്കറിയണം. ആ മനോഭാവത്തോടെ ആത്മഭാരത്തോടെ ഒരിക്കൽ നിന്നവളാ അവൾ. അറിയാമോ? 3 മാസം മാത്രം പ്രായമുള്ളതിൻ്റെ കുഞ്ഞാങ്ങളുടെ ജീവന് വേണ്ടി അവസരോചിതമായ ഇടപെടലിലാണ് രാജകൊട്ടാരത്തിൽ അവന് വളരുവാനും സ്വന്തം അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളരാനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായത്. അതിന് ഈ മിരിയാമാണ് അന്ന് കാരണമായത്. പക്ഷെ ഇവിടെ അദ്ദേഹം ഒരു വിവാഹം കൂടെ കഴിച്ച് കൂശ്യസ്ത്രീ എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ. കൂശ്യസ്ത്രീ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലുള്ള സൗന്ദര്യവും നിറവൊന്നും ഉള്ള പെങ്കൊച്ചായിരിക്കയില്ല. അവൾ ഭയങ്കര കറുപ്പായിരിക്കും. കൂശ്യന്റെ കറുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ, കൂശ്യന്റെ ത്വക്കെന്നൊക്കെ പറയുന്ന രമ്യാവിൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്, അത് മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ അത്രയ്ക്ക് കറുപ്പാ. എൻ്റെ കറുപ്പിനേക്കാൾ കറുപ്പ്. അപ്പോൾ അതെന്തോ കറുപ്പായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കി. ഭയങ്കര കറുപ്പ്. ഇവൾക്ക് വൈരാഗ്യം വരാൻ വേറെ വല്ലതും വേണോ? യഹൂദ സ്ത്രീയായി നിറമുള്ള തിറമുള്ള ആരോഗ്യമുള്ള അവരുടെ കൂട്ടത്തിലേക്ക് ഒരു കാക്കക്കറുമ്പിയെ കൊണ്ടുവന്നപ്പം തൊട്ടാ കരി പറ്റുമോ എന്ന് തോന്നുന്ന തരത്തിൽ അങ്ങ് കറുത്തിരിക്കുന്നവളെ കണ്ടപ്പം നാത്തൂന് വിദ്വേഷമുണ്ടായത് ഒരു വലിയ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ വിദ്വേഷം അകത്തങ്ങ് അടക്കിയാൽ മതിയായിരുന്നു. ഇവൾ ഒച്ചത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്. അതെന്തുവാ അറിയാമോ? സംഖ്യ 12 അത് പിന്നെ വായിച്ചാൽ മതി. അവൾ ഇങ്ങനെ പറയുന്നു, മോശ മുഖാന്തരം മാത്രമേ ദൈവം സംസാരിക്കുന്നുള്ളൂ, മോശയിലൂടെ മാത്രമേ ആലോചന കിട്ടുന്നുള്ളൂ, ഞങ്ങളും വിശുദ്ധർ തന്നെയാ, ദൈവത്തിന് ഞങ്ങളിലൂടെയും സംസാരിച്ചാൽ പോരെ, ജനം ഞങ്ങളെയും കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ സംഭവം അങ്ങ് വല്ലാതെയാക്കുകയാവൾ. ഉണ്ടോ? ആങ്ങള ഒരു വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ അവൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ ചോദ്യം ചെയ്യൽ നടത്തുകയാ. അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകത്തിനെതിരെ അവൾ വാദമുന്നയിക്കുകയാണ്. അവിടെ 3-4 വാക്യത്തിൽ ഇങ്ങനെ പ്രയോഗമുണ്ട്, അവൾ സംസാരിച്ചു, യഹോവ കേട്ടു. നമ്മൾ പറഞ്ഞൊന്നും ആരും കേട്ടില്ലെന്ന് വിചാരിച്ച് സന്തോഷിച്ച് നടക്കുക. പക്ഷെ കേൾക്കേണ്ടവൻ ഇത് കേട്ടിട്ടുണ്ട്. അടി ഉറപ്പാ. മനസ്സിലായോ? അഭിഷേക പ്രാപിച്ച ദൈവദാസന്മാർക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ, നടത്തിപ്പുകാർക്കെതിരെ വല്ലതൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും വരാന്തയിലോ ഇടവഴിയിലോ പെരുവഴിയിലോ ഇടനാഴികയിലോ ഒക്കെ നിന്ന് കാതോട് കാതോരം പറഞ്ഞത് വേറെ ആരും കേൾക്കത്തില്ല. വിദഗ്ധമായി പറഞ്ഞിട്ട് ഒടുവിൽ ഒരു അടിക്കുറിപ്പോടെ നമ്മൾ പറയും, യോ ചേച്ചി ഞാനിങ്ങനെ പറഞ്ഞെന്ന് ആരോടും പറയല്ലേ, ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, ആരോടും പറയല്ലേ. ആരോടും പറയത്തില്ലെന്നും പറഞ്ഞ് പോയ പുള്ളിക്കാരി ആരോടോ പറഞ്ഞിട്ട് അവരോടും പറഞ്ഞു ആരോടും പറയല്ലേ എന്ന്. ആരോടും പറയല്ലേ എന്നുള്ളത് എല്ലാവരും കൈമാറിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ ആകാശവാണി പോലെ സംഭവം എല്ലായിടത്തും എത്തി. ഇവിടെ യഹോവ കേട്ടു. യഹോവ കേട്ടിട്ട് എന്തോ സംഭവിച്ചെന്നറിയാമോ? ഒറ്റ വാക്യം ഞാൻ തരാം. സഹോദരി സമാജത്തിന്റെ മീറ്റിങ്ങിന് പ്രസംഗിച്ചോണം നമ്മുടെ കർത്തൃദാസിമാർ. അതിനാധാരമായൊരു വാക്യം ഞാൻ തരാം. ആവർത്തന പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 9-ാമത് വാക്യം. മറക്കരുത്, നിങ്ങളുടെ ദൈവമായ യഹോവ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് മിരിയാമിനോട് ചെയ്തത് നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. വാക്യം ഗൗരവമാ. വഴിയിൽ വെച്ച് മിരിയാമിനോട് ചെയ്തത് ഓർക്കണം. എന്തോ വഴിയിൽ വെച്ച് മിരിയാമിനോട് ചെയ്തത്? ദൈവം അവളെ കൊന്നുകളഞ്ഞു വഴിയിൽ. ഹല്ലേലൂയ. വേർപെടണം. എവിടെ നിന്ന്? മാത്സരികതയിൽ നിന്ന്, മത്സര മനോഭാവങ്ങളിൽ നിന്ന് വേർപെട്ടുകൊള്ളണം. ഇസ്രായേലിന്റെ 1-ാമത്തെ പ്രവാചിക
തപ്പെടുത്ത് നൃത്തം ചെയ്തവൾ, ആത്മനൃത്തം ചെയ്തവൾ, ജനത്തെ ആരാധനയിലേക്ക് നയിച്ചവൾ. ഞാനവൾക്കൊരു അഭിമാനത്തോടൊരു പദവി കൊടുക്കുന്നു. ആദ്യത്തെ വർഷിപ്പ് ലീഡർ ഒരുപക്ഷെ അവളായിരിക്കാം. മറ്റേ പുള്ളി വീണതിന് ശേഷം വർഷിപ്പിന് മുഖ്യധാരയിൽ ഒരാള് തപ്പുമായിട്ട് നിൽക്കുന്ന പിന്നെ നമ്മൾ മിരിയാമില കാണുക. അത് കഴിഞ്ഞാൽ പിന്നെ ദാവീദൊക്കെ ആരാധിച്ച്. ലൂസിഫർ വീണതിന് ശേഷം വർഷിപ്പ് ലീഡറായിട്ട് രംഗത്ത് വരുന്ന ഒരാളാണ് മിരിയാം. പക്ഷേ വേർപെടേണ്ട സമയത്ത് മാത്സരികതയിൽ നിന്ന് വേർപെടാഞ്ഞതുകൊണ്ട് വഴിയിൽ വെച്ച് ദൈവം അവളെ കൊന്നുകളഞ്ഞു. 7 ദിവസം പാളയത്തിന് പുറത്തൊക്കെ പോയി. സംഗതിയൊക്കെ ശരിയാ, കുഷ്ഠരോഗത്തിന് നിവാരണമൊന്നും ഉണ്ടായില്ല. അവസാനം വരെയും 38-ാം ആണ്ടിൽ ജനം കാദേശിലെത്തി. അവിടെ വെച്ച് മിരിയാം മരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്. എന്താണെന്നറിയാമോ? മത്സരത്തിൽ നിന്ന് വേർപെടാത്തവൻ ദൈവത്തിന്റെ ന്യായവിധിയുടെ കൈകളിലാണ്. മറന്നുപോകാതിരിക്കണം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അന്യദൈവങ്ങളിൽ നിന്ന് വേർപെടണം, മാത്സരികതയിൽ നിന്ന് വേർപെടണം. വിടുന്നു ഞാൻ പഴയ നിയമത്തിന്റെ ചിന്ത. ദൈവം പ്രസാദിക്കണമെങ്കിൽ വേർപെട്ടേ പറ്റൂ. ആ വേർപാട് വേറൊന്നിലൂടെയുണ്ട്. പുതിയ നിയമത്തിന്റെ ഒരു ചിന്ത. റോമാലേഖനം 12-ാമത് വാക്യം, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി എന്തോ ചെയ്യണം? അവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ലോകത്തിൽ നിന്ന് വേർപെട്ടോണം. എത്ര പേർക്ക് മനസ്സിലായി? ലോകത്തിൽ നിന്ന് വേർപെടണം. എന്താ ലോകം? ലോകമെന്ന പദത്തിന്റെ അർത്ഥം എന്താ? വിവരിക്കപ്പെടണം. ലോകമെന്ന പദം പഠിക്കാൻ താല്പര്യമുള്ളവർ ശ്രദ്ധിച്ചു കേട്ടോണം. ലോകമെന്ന പദത്തിന് വേദപുസ്തകത്തിൽ 3 അർത്ഥമാണുള്ളത്. 3 അർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം, ആരും നശിച്ചു പോകാതിരിപ്പാൻ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കണ്ടോ, അവിടെ ലോകം, ആ വാക്യത്തിൽ ലോകമെന്ന പദമുണ്ട്. എന്താണ് അർത്ഥമെന്നറിയാമോ? ആ വാക്യത്തിൽ ലോകമെന്ന പദത്തിന്റെ അർത്ഥം മാനവ സമൂഹം, മനുഷ്യകുലം. നമ്മളെ ഓരോരുത്തരെയും ദൈവം സ്നേഹിച്ചെന്ന് അവിടെ പറയുക. പക്ഷെ മനുഷ്യനെ സ്നേഹിച്ചെന്ന് പറയുന്നതിന് പകരം എന്തോ പദമാ കൊടുത്തേക്കുന്നേ? ലോകമെന്ന പദമാ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനിയും ലോകമെന്നതിന് 2ാമതൊരു അർത്ഥം കേൾക്കണോ? അതാണ് അപ്പോസ്തലപ്രവൃത്തി 17-24 വാക്യം. അരയോപകുന്നിൽ നിന്നുകൊണ്ട് പൗലോസ് പ്രസംഗിക്കുന്ന പ്രസംഗത്തിനകത്ത് താൻ ലോകമെന്ന പദം ഉപയോഗിച്ചുകൊണ്ട് വാക്യം ചമയ്ക്കുന്നുണ്ട്. ഈ ലോകവും അതിലുള്ള സകലതും ഉണ്ടാക്കിയ ദൈവം. കണ്ടോ, അവിടെ ലോകമെന്ന പദത്തിന്റെ അർത്ഥം എന്താ? ഈ ഭൂമി എന്നർത്ഥമാണ്. വേൾഡ്, WORLD, വേൾഡ്. ഈ ഭൂമി, നാം ചവിട്ടി നിൽക്കുന്ന മണ്ണ്, ഇതെല്ലാം കൂടി ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന കോസ്മോസ്, യൂണിവേഴ്സ്, പ്രപഞ്ചം, അതാണ് ലോകം എന്ന് പറയുന്നത്. ഇനി 3ാമതൊരർത്ഥമുണ്ട്. ആ അർത്ഥമാണ് 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ലോകം. അതെന്താണെന്നറിയാമോ? ദ സൈറ്റാനിക് സിസ്റ്റം, സാത്താന്യ വ്യവസ്ഥിതി. അധമമായ വ്യവസ്ഥിതി കൊണ്ട് സാത്താനാൽ നിയന്ത്രിതമാക്കപ്പെടുന്ന ഒരു സംസ്കാരം. എങ്ങനെയുള്ള സംസ്കാരം? ഉത്തമ സംസ്കാരമല്ല, അധമ സംസ്കാരമാണ്. കൊല്ലും കൊലവിളിയും അക്രമങ്ങളും അനീതികളും പെൺവാണിഭങ്ങൾ, സ്ത്രീപീഡനങ്ങൾ, മറ്റുതരമായിരിക്കുന്ന ദുശീല ദുർഗുണങ്ങൾ എല്ലാം കൂടെ കെട്ടുപണഞ്ഞു കിടക്കുന്ന ഒരു വ്യവസ്ഥിതിക്കാണ് ലോകം എന്ന് പറയുന്നത്. അതിൽ നിന്ന് വേർപെട്ടുകൊള്ളണം ദൈവമക്കൾ. അവരെ ആ കർത്താവ് കൈക്കൊള്ളുന്നത്. വിഷയം വിട്ടുപോകരുത്. കർത്താവ് കൈക്കൊള്ളണമെങ്കിൽ എന്തോ ചെയ്യണം? വേർപെട്ടേ പറ്റൂ. ലോകത്തിൽ നിന്ന് വേർപെടുക എന്ന് പറഞ്ഞാൽ ലോകം ഇന്ന് വെച്ച് കാണിക്കുന്ന സകലവിധമായ, ശ്രദ്ധിച്ചോണം ഇനി പറയുന്ന പദങ്ങൾ, ആർഭാടങ്ങൾ, ആഡംബരങ്ങൾ, ഉണ്ടോ, വ്യഭിചാരം, ആഭിചാരം, ഇതെല്ലാം ലോകത്തിന്റെ ഭാഗമാണ്, ലോകത്തിന്റെ ചൂണ്ടയാണ്. വിശ്വാസത്തിൽ നിൽക്കുന്നൊരു ദൈവപൈതലിനെ, സഭയിൽ ശക്തമായി പ്രയോജനപ്പെടുന്നൊരു ദൈവപൈതലിനെ സാത്താന്റേതാക്കി മാറ്റുവാൻ, അവനെ അനാത്മീകനാക്കി മാറ്റാൻ സാത്താൻ എറിഞ്ഞു തരുന്ന ചൂണ്ടകൾ പലതാ. അതിലൊന്നാമത്തെ ചൂണ്ടയാ ആർഭാടത്തിൽ താങ്കളെ വല്ലാതെയാക്കി മാറ്റുക, കിട്ടുന്നത് മുഴുവനും ആർഭാടത്തിന് വേണ്ടി ചെലവഴിക്കുക. മറ്റൊന്ന് ആഡംബരം, വീട് പണിതാലും വണ്ടി വാങ്ങിച്ചാലും ഡ്രസ് ചെയ്താലും മറ്റെല്ലാ കാര്യത്തിലും, കല്യാണത്തിന് ഒരുങ്ങിയാലും വെഡിങ് ആനിവേഴ്സറി ആയാലും അത് ഇനിയും അങ്ങ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആയാലും എല്ലാത്തിനകത്തും ആഡംബരം ഉണ്ടാക്കാനുള്ളൊരു തോന്നൽ. കിട്ടുന്ന കാശ് മുഴുവനും അടിച്ചു പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കുക. കാശ് തികയത്തില്ലെങ്കിൽ വാട്ടിപ്പലിശയ്ക്ക് കടമെടുത്തായാലും ആഡംബരം ചെയ്യുക. അതാണ് സാത്താന്റെ ഒരു ചൂണ്ട. മറ്റൊരു ചൂണ്ടയാണ് ആഭിചാരം. എന്താണ് ആഭിചാരം? കാര്യസാധ്യത്തിന് വേണ്ടി ദുർമന്ത്രവാദം ചെയ്യുക. അതിനാരെയാണ് കാണേണ്ടത്? അവിടെ കാശ് മുടക്കി പോകുക. എന്തും ചെയ്യും, നരബലിയോ മൃഗബലിയോ എന്തോ വേണമെങ്കിലും ചെയ്യും. ആരെയും മന്ത്രവാദം കൊണ്ട് തകർത്തു കളയാൻ ശ്രമിക്കുന്ന ഒരിടപാട്, അതാണ് ആഭിചാരം. അതിൽ ലോകത്തിന്റെ ഒരു ഭാഗമാണ്. വേർപെട്ടുകൊള്ളണം അതിനകത്തുനിന്ന്. ഉയർന്നു വരുന്ന ഒരുവനെ തകർത്തു കളയുവാൻ ആഭിചാരം ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു സന്തോഷ വാർത്ത പറയാം. അഭിഷേകത്തിന്റെ നിറവിൽ ജീവിക്കുന്ന ഒരു ദൈവപൈതലും പേടിക്കേണ്ടതില്ല. ആഭിചാരം നിനക്ക് ദോഷമാകത്തില്ല.
ആഭിചാരം നിന്റെ തലയ്ക്ക് മീതെ വരികയില്ല. ആഭിചാരം നിന്റെ മണ്ണിന് നേരെയുണ്ട്, ആഭിചാരം നിന്റെ വീടിന് നേരെയുണ്ട്, ആഭിചാരം നിന്റെ ആരോഗ്യത്തിന് നേരെയുണ്ട്, നിന്റെ തലമുറയ്ക്ക് നേരെയുണ്ട്, നിന്റെ ബിസിനസ്സിന് നേരെയുണ്ട്, നിന്റെ ഷട്ടർ അടയ്ക്കാനുള്ള ആഭിചാരമുണ്ട്. പക്ഷെ കൃപയിൽ നിന്നാൽ ഇത് തകർന്ന് തരിപ്പണമായി പോകും. ഇത് ചെയ്യുവാൻ വേണ്ടി തച്ചിന് കുത്തിയിരുന്ന് മെനക്കെട്ടവന് അത് ദോഷമായി മാറും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്ര ദിവസത്തിനകത്ത് ഞാൻ കാണിച്ചു തരാം, ഇത്ര ദിവസത്തിനകത്ത് ഞാൻ പണിയൊപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് വെറുതെ മെനക്കെടുന്നവനുണ്ട്. ദൈവകൃപയിൽ നിൽക്കുന്നവനെ അത് ബാധിക്കയില്ല എന്ന് ഞാൻ ഒരാവർത്തി കൂടെ പറഞ്ഞാൽ അത് ആത്മാവിന്റെ ശക്തിയോടെ ഏറ്റെടുക്കാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? ആ കരമടിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ, ആ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ചില കെട്ടുകൾ പൊട്ടി മാറട്ടെ, ചില വല്ലാത്ത ചങ്ങലകൾ അഴിഞ്ഞു വീഴട്ടെ, ചില രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആഭിചാരം ലോകത്തിന്റെ ഒരു പ്രശ്നമാണ്, അറിയാമോ? അപ്പം ആഡംബരം, ആർഭാടം, ആഭിചാരം. അടുത്ത പ്രശ്നമാ ലോകത്തിന്റെ മറ്റൊരു ചൂണ്ടയാ വ്യഭിചാരം. കണ്ടില്ലേ? വ്യഭിചാരത്തിന്റെ ആത്മാവിനെ മനസ്സിലേക്ക് വ്യാപരിപ്പിച്ച് കുടുംബജീവിതത്തിന്റെ താളം തെറ്റിച്ച് പഠിക്കാൻ ചെലവ് ചെയ്ത് പഠിച്ചു വരുന്ന കുട്ടി പെണ്ണോ ആണോ അവരുടെ അവന്റെ വിദ്യാഭ്യാസത്തിന്റെ താളം തെറ്റിച്ച് അവനെ ആക്ഷേപത്തിലേക്ക് നയിക്കുന്ന ഒരു മാരകപാപം, അതാണ് വ്യഭിചാരം. വാട്സാപ്പും യൂട്യൂബും ഇന്റർനെറ്റും ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയാസ് ഒക്കെ വ്യഭിചാരത്തിന്റെ വിത്തുപാകാൻ പറ്റിയ മേച്ചിൽപ്പുറമാണ്. അനവധി നിരവധി ഭാര്യമാരും ഭർത്താക്കന്മാരും ആൺകുട്ടികളും പെൺകുട്ടികളുമെല്ലാം ഇതിനകത്ത് വീണ് തകർന്ന് തരിപ്പണമായി പൊക്കൊണ്ടിരിക്കുന്ന ഒരു ഗതികെട്ട കാലത്തിലാണ് നാം ജീവിക്കുക. കണ്ടിട്ടുണ്ടോ? സ്മാർട്ട് മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് തലയും കുനിച്ചു പിടിച്ചിരിക്കുന്ന യുവചേതന. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് തന്നെ പണി. വണ്ടിയെ കയറിയാലും പ്ലെയിനെ കയറിയാലും ട്രെയിനെ കയറിയാലും ഈ ഡിസ്പ്ലേയിൽ നിന്ന് അവന്റെ മുഖം പൊങ്ങുന്നതേയില്ല. തല കുനിച്ചുള്ള ആ ഇരിപ്പ് തന്നെ എന്നെ അപലക്ഷണം കെട്ട ഒരു ഇരിപ്പാ. നോക്കിക്ക്, എന്ത് ചോദിച്ചാലും വ്യഞ്ജനാക്ഷരം കൊണ്ട് മറുപടി പറയില്ല, സ്വരാക്ഷരം കൊണ്ടേ മറുപടി പറയൂ. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അല്ലെ വ്യഞ്ജനാക്ഷരം സ്വരാക്ഷരം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? വ്യഞ്ജനാക്ഷരമാണ് ഇതൊക്കെ വ്യഞ്ജനാക്ഷരമാണ്. സ്വരാക്ഷരം വവൽ സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ആ ആ ഇ ഊ എന്നുള്ളതാ. എടാ നീ അറിഞ്ഞായിരുന്നോ? ആ. പപ്പ വല്ലതും പറഞ്ഞോ? ഓ. നീ വല്ലതും കഴിച്ചോ? ആ. ഈ ആയും ങായും ഊവും ഓയുമല്ലാതെ ഈ ഡിസ്പ്ലേയിൽ നിന്ന് തല ഉയർത്തി അമ്മയുടെ മുഖത്ത് നോക്കി ഒരു നല്ല വാചകം പറയാത്ത പിള്ളേരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകം അവന്റെ ഉൾത്തടത്തിലേക്ക് ആർഭാടത്തിന്റെയോ അലസതയുടെയോ അനാത്മികതയുടെയോ വ്യഭിചാരത്തിന്റെയോ ഒക്കെ ചൂണ്ടയെറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സുതാര്യതയില്ലാതെ പെരുമാറുന്ന നിരവധി ദമ്പതികളെ കൊണ്ട് ലോകം മലീമസമാകുക. കുടുംബ കോടതി ഭയങ്കര തിരക്കാണ്, അറിയാമോ? ആത്മീയ തലത്തിൽ നിൽക്കുന്നവൻ പോലും ഭാര്യയില്ലാതെ കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന പാവപ്പെട്ട കർത്താവിന്റെ വിലയേറിയ ദാസന്മാരുണ്ട്. ഭാര്യ കളഞ്ഞു. ക്രൂസൈഡ് സെമിനാർ അടങ്കലെടുത്ത് നടക്കുക, കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ, ഇന്ത്യയുടെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ, പിന്നെ ലോകരാജ്യം മുഴുവനും. ഭാര്യ എന്ത് വെച്ചാന്ന് ചോദിച്ചാൽ, ഓ പുള്ളിക്കാരിയെ കളഞ്ഞു, പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ലെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ആത്മീയ ലോകം അതപ്പതിക്കുന്നു. തുറന്നു പറയുന്നത് ലജ്ജയുണ്ട്, എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തുകൊണ്ടാ പറയുന്നേ? നിന്റെ വാട്സാപ്പും യൂട്യൂബും ഇന്റർനെറ്റും ഫേസ്ബുക്ക് അടക്കമുള്ള സകലതും ലോകത്തിന്റെ കൈകളിലാ. അത് സൂക്ഷിച്ചുപയോഗിച്ചോണം. വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ലതിനായിട്ട് ഉപയോഗിച്ചോണം. വീട്ടിൽ തീ ഉണ്ടല്ലോ അല്ലേ? വീട്ടിൽ തീ ഉണ്ടല്ലോ, വീട് മുഴുവനും തീയല്ലല്ലോ, ആണോ? അല്ല. വീട്ടിൽ തീ അത് പ്രത്യേകമായൊരിടത്ത് നമ്മൾ വളരെ കാര്യഗൗരവമായി സൂക്ഷിക്കുന്നു. വീട്ടിൽ കത്തി ഉണ്ടല്ലോ, എല്ലാവരും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാണോ? അല്ല. മത്തി കണ്ടിക്കാനും പച്ചക്കറി കണ്ടിക്കാനും വേറെ എന്തെങ്കിലും ആ കത്തി ഉപയോഗിക്കുക. കഴുത്ത് കണ്ടിക്കാനും കൊള്ളാം, പക്ഷേ നമ്മുടെ കത്തി കഴുത്ത് കണ്ടിക്കാനല്ല, നമ്മുടെ തീ വീട് കത്തിക്കാനല്ല, വീട്ടിലുള്ളതൊന്നും കത്തിക്കാനല്ല. എന്ന് പറഞ്ഞ പോലെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ സെക്സിന് വേണ്ടിയല്ല, മൊബൈൽ ഫോൺ ആർഭാടത്തിനും ആഡംബരത്തിനും വേണ്ടിയല്ല, മൊബൈൽ ഫോൺ വെറുതെ ഉയരുന്നതായ ചില ലൈംഗിക ചേതനകളുടെ ഉദ്ധാരണത്തിന് വേണ്ടി അല്ല, പല നന്മയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കാം. ആ നിലയിൽ അതിനെ ഉപയോഗിച്ചോണം. എത്ര പേർക്ക് ബോധ്യമായി ഞാൻ പറയുന്ന കാര്യം? എന്നെ ഒത്തിരി യുവതി യുവാക്കന്മാർ ശ്രദ്ധിക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുക. ലോകം എന്ന് പറയുന്നത് എറിഞ്ഞു തരുന്നൊരു ചൂണ്ടയാണ് ഈ വ്യഭിചാരം. കണ്ടോ? ഭാര്യയോട് വിശ്വസ്തത പുലർത്താതെ, ഭർത്താവിനോട് വിശ്വസ്തത പുലർത്താതെ ഉഭയസമ്മതവാചകത്തിന്റെ അവസ്ഥാവിശേഷത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് യാത്ര ചെയ്യുന്ന നിരവധി ആളുകൾ. സമയം പോകുന്നെങ്കിലും ഞാൻ പറഞ്ഞോട്ടെ ഒന്ന്. ആത്മനിയോഗം കൊണ്ട്
പെന്തക്കോസ്ത് വിവാഹ വേദിയിലായിരുന്നോ താങ്കളുടെ വിവാഹ ശുശ്രൂഷ നടന്നത്? എങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. പറഞ്ഞുവിട്ട ഉഭയസമ്മത വാചകത്തിനകത്ത് അഭിഷക്ത കർത്തൃദാസന്മാർ, ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാർ, ദാനിയേൽ സർ അടക്കമുള്ളവർ നടത്തിയ വിവാഹ ദമ്പതികൾ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, നല്ല ഉറപ്പുണ്ട്. അഭിഷക്ത ദൈവദാസന്മാർ ഉത്തരവാദിത്വത്തോടെ നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് തന്ന ആ വിവാഹ ദിനത്തെ ഉഭയസമ്മത വാചകം അല്ല, വിവാഹ ദിവസം ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ സാധനം മറന്നുപോയ പോലെ ഇരിക്കുന്നു. വിവാഹ ദിവസം ഓർമ്മയുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഉണ്ട്, മറക്കാനാവില്ല. ഒരിക്കൽ ഞാനൊരു കുഞ്ഞുമുറിയിലെ ഒരു യോഗത്തിന് ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടിയിരുന്നപ്പം എന്തോ പറഞ്ഞ കൂട്ടത്തിൽ ചോദിച്ചു, അച്ഛാ വിവാഹ ദിവസം ഓർമ്മയുണ്ടോ? മിണ്ടുന്നില്ല. ഒന്നുകൂടെ ചോദിച്ചു, വിവാഹ ദിവസം ഓർമ്മയുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. പുള്ളി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, പിന്നെ ക്രൂശീകരണം ആരെങ്കിലും മറക്കുമോ പാസ്റ്ററെ? ചിലർക്ക് വിവാഹം എന്ന് പറയുന്ന ഒരു ക്രൂശീകരണമാണ്, നമുക്കൊന്നും അതല്ലാത്തതിനായി സ്തോത്രം. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്ന സംഭവം ശ്രദ്ധിച്ചോണം. വിവാഹത്തിൻ്റെ അന്ന് പാട്ടും പരിപാടിയും പ്രസംഗങ്ങളെല്ലാം കഴിഞ്ഞ് പ്രധാന കാർമ്മികൻ വധൂവരന്മാരുടെ നിയുക്ത ദമ്പതികളുടെ അരികിലേക്ക് വന്ന് അവരോടായി വചനാധിഷ്ഠിതമായി ചില ചിന്തകൾ പറഞ്ഞിട്ട് ഉഭയസമ്മത വാചകം പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കും. അതാണ് പെന്തക്കോസ്ത് വിവാഹ വേദിയിലെ ഏറ്റവും ശ്രേഷ്ഠമായൊരു ശുശ്രൂഷ. എല്ലാം ശ്രേഷ്ഠമാണ്, പക്ഷെ ഇതല്പം കൂടെ ഭംഗിയാർന്ന ഒന്നാണ്. രണ്ട് പശ്ചാത്തലത്തിൽ വളർന്ന ഒരു യുവാവ്, ഒരു യുവതി, ഇരുവരും കൂടെ ആദ്യമായി കരം കൊടുക്കും. ആദ്യമായുള്ള സ്പർശമാണത്. രണ്ടുപേരുടെയും കരം ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹം സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പടപടപടപടാന്ന് പറയും. അത് നമ്മൾ എങ്ങനെ കണ്ടൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു വന്നേരം. കാരണം എല്ലാവരും നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കുക ആയതുകൊണ്ട് ആകപ്പാടെ ഒരു വിറയലും പേടിയും ഒരു നാണവും ഇതെല്ലാം കൂടെ സമ്മിശ്രമായി കലർന്നൊരു ഭാവമായതുകൊണ്ട് എങ്ങനെ കണ്ടോ പറഞ്ഞു ഒപ്പിച്ചു. വ്യക്തമായിട്ടൊന്നുമല്ല. അങ്ങനെ ആണോ അല്ലയോ എന്നറിയാൻ ആ പഴയ CD ഇന്ന് ഇട്ട് നോക്കണം. അപ്പോൾ അറിയാം നമ്മൾ എങ്ങനെ പറഞ്ഞതെന്ന്. ഓക്കെ, ഏതാണ്ടോ നമ്മൾ ഒപ്പിച്ചു എന്തായാലും. പക്ഷേ എനിക്ക് ആ സുഖവും ദുഃഖവും സമ്പത്തും ദാരിദ്ര്യവും ആരോഗ്യവും അനാരോഗ്യം എന്നുള്ളതിനേക്കാളെല്ലാം ഞാൻ ഭയപ്പെടുന്നൊരു വാക്ക് അതിനകത്ത് കയറി വന്നിട്ടുണ്ട്. ഒരു വാക്കല്ല, ഒരു വാക്കും പിന്നൊരു പ്രയോഗവും. രണ്ട് വസ്തുതകൾ മറക്കരുതൊരിക്കലും. ദാമ്പത്യത്തോടെ ഞാൻ സംസാരിക്കുക, ദമ്പതികളോട്, ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട്, ആ സുലഭ മുഹൂർത്തത്തിന് വേണ്ടി കാഴ്ചയോടെ കാത്തിരിക്കുന്ന കുഞ്ഞനുജത്തിമാരോട്, കുഞ്ഞനുജന്മാരോട്. ഈ പ്രോംപ്റ്റ് ചെയ്തു തരുന്ന വാചകം പറയുന്നതിന് മുൻപ് കുഞ്ഞുങ്ങളെ ഇതറിഞ്ഞിട്ട് കയറുന്ന നല്ലതാ. പറഞ്ഞവർ ശ്രദ്ധിച്ചോണേ. സുഖവും ദുഃഖവും സമ്പത്തും ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഈ പെൺകുട്ടി ആ പുരുഷന്റെ കരം പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങയെ മാത്രം സ്നേഹിച്ച്. പറഞ്ഞായിരുന്നു. പുള്ളിക്കാരി ഇങ്ങോട്ട് പറയുന്നു, ഞാൻ അങ്ങയെ മാത്രം സ്നേഹിച്ച്. ഉണ്ടോ? ഞാൻ നിന്നെ മാത്രം, ഞാൻ അങ്ങയെ മാത്രം. ആ മാത്രം എന്ന പദത്തിന്റെ അർത്ഥം ഭയങ്കരമാണ്. ഞാൻ അങ്ങേയും, അങ്ങനെ ഉമ്മുണ്ടായിരുന്നു. ഞാൻ നിന്നെയും, അങ്ങനെ ഉമ്മുണ്ടോ? ഓപ്ഷൻ ഇല്ല, ഒറ്റ പ്രയോഗം, ഞാൻ നിന്നെ മാത്രം. ഇനി ആ മാത്രത്തിന്റെ ആധികാരികത എന്താണെന്നറിയാമോ? അടുത്ത ഡയലോഗ് ദേ കയറി വരിക, മരണം നമ്മെ വേർപിരിക്കുന്ന നാൾ വരെ. എന്നുവരെ മാത്രം? മരണം ഒരാളെ അടിച്ചു പിടിച്ച് പെട്ടിയിലാക്കി ആഴക്കുടിയിലേക്ക് ഇറക്കി വെക്കുമ്പോൾ കാതരമിഴികളോട് നെടുവീർപ്പിട്ട് ചങ്കത്തടിച്ച് അങ്ങനെ മാറേണ്ടി വരുന്ന ആ സമയം വരെ നിന്നെ മാത്രം, അങ്ങേ മാത്രം. അതാണ് ഉത്തമ ദാമ്പത്യം. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? ഈ മാത്രം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഏതാണ്ട് ഊടുവഴി അതുവഴി പെരുവഴിയൊക്കെ യാത്രയായിട്ടുണ്ടെങ്കിൽ അതാണ് വ്യഭിചാരത്തിന് ആത്മാവെന്ന് പറയുന്നത്. ഇത് ലോകം ഇട്ടുതരുന്ന ചൂണ്ടയാ നിന്റെ കുടുംബജീവിതത്തെ തകർക്കാൻ. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ലോകത്തിൽ നിന്ന് വേർപെട്ടോണം അവരെ ആ കർത്താവ് കൈക്കൊള്ളുന്നത്. ആമേൻ. അപ്പം ആഭിചാരം, വ്യഭിചാരം, ആർഭാടം, ആഡംബരം ലോകത്തിന്റെ ചൂണ്ടകളാ. മറ്റൊന്ന് മാത്സരികതയാ. മനസ്സിലായോ? മറ്റൊന്ന് ആത്മീയ മാന്യമാണ്. ഏതെങ്കിലും ഒന്നിനാൽ നിന്നെ പിടിച്ചടക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ സാത്താൻ പിന്നെ തരുന്ന മഹത്തായിരിക്കുന്ന വേറൊരു തന്ത്രം അവന്റെ കയ്യിലുള്ളത് ആത്മീയ മാന്യമാണ്. പഴയകാലത്തെ പോലെ പ്രാർത്ഥിക്കാൻ, പാടാൻ, ആരാധിക്കാൻ, ആരാധനാലയത്തിൽ പോകാനുള്ള ഉത്സാഹം നശിപ്പിച്ച് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, പാസ്റ്ററേയും കുറ്റം പറഞ്ഞ്, എന്തോന്നാ പ്രസംഗം, പഴയ പോലൊന്നും ഇല്ല, അങ്ങോട്ട് വന്ന എന്തോ ഗുണം എന്നൊക്കെ ചോദിച്ച് ആരാധന മുടക്കി വീട്ടിലിരിക്കേണ്ടി വരുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നിന്നെ താഴ്ത്തിക്കളയുന്നതിൻ്റെ സാത്താന്റെ തന്ത്രമാണെന്നറിയണം. അതും ഈ ലോകത്തിന്റെ ഒരു അവസ്ഥയാണ്. എത്ര പേർക്ക് ബോധ്യമായി? ഇതിൽ നിന്നെല്ലാം വേർപെടുന്നവനെയാ കർത്താവ് കൈക്കൊള്ളുന്നത്. അപ്പൊ വേർപെട്ടുകൊള്ളുക.
അടുത്ത ഒരു പ്രയോഗമാണ്, അശുദ്ധമായതൊന്നും എന്തോ ചെയ്യരുത്. ദൈവവചനത്തിന് വിരുദ്ധമായി വരുന്ന, അത് കഴിക്കാനോ കുടിക്കാനോ ഉടുക്കാനോ കാണാനോ കേൾക്കാനോ ഉള്ളതൊക്കെ ആകട്ടെ, പക്ഷെ വചനം വിലക്കുന്നുണ്ടെങ്കിൽ അത് തുടരുത്. യുവതി യുവാക്കന്മാർ, യുവചേതന ഒത്തിരി പേർ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ന് രാത്രി. അവരോട് ഞാൻ എടുത്തു പറയുന്നു, വചനം അനുശാസിക്കാത്തതൊന്നും തുടരുത്. ഒന്നും കാണരുത്, ഒന്നും കേൾക്കരുത്, ഒന്നും എഴുതരുത്, ഒന്നും ഡയൽ ചെയ്യരുത്, ഒന്നിനും നിന്റെ ശരീരത്തെ വിട്ടുകൊടുക്കരുത്. ഈ ജഡശരീരം വിശുദ്ധിയിൽ തന്നെ നിൽക്കുമെങ്കിൽ കർത്താവ് നിന്നെ കൈക്കൊള്ളും. അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രനും പുത്രിയുമായിരിക്കും. എത്ര ഗംഭീരമാണ് ആ വാക്യം. യോഹന്നാൻ 1:12 പറയുന്ന, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാമെന്നേ. അതിനകത്ത് പുത്രനും പുത്രിയും കൊണ്ട് നമ്മളങ്ങ് സമാശ്വസിക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ എടുത്തു പറയുന്നു, കൈക്കൊണ്ട് ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് പുത്രന്മാരായിരിക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവത്തിന്റെ പുത്രനാണെന്ന്? എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവത്തിന്റെ പുത്രിമാരാണെന്ന്? ആ കരം വീശി കർത്താവിനെ സ്തുതിച്ചാട്ടെ. 5 നയപ്പൈസയുടെ ചെലവില്ലാതെ, ദേഹദണ്ഡന പ്രക്രിയകളൊന്നുമില്ലാതെ നാം കർത്താവിന്റെ സ്വന്തമായി മാറി. കർത്താവ് നമ്മിൽ പ്രസാദിക്കുന്നു. എന്തുകൊണ്ട്? നാം വേർപെട്ടു നിൽക്കുന്നു, നാം അശുദ്ധമായത് തൊടാതിരിക്കുന്നു. ആധുനിക ലോകം തിന്മയിൽ വല്ലാതെ മൂക്കുകുത്തിപ്പോയത് ഇതിനകത്ത് തൊടാതെ പിടിക്കാതെ കാണാതെ കേൾക്കാതെ അറിയാതെ നിൽക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒന്നാണ്. പക്ഷേ ആരാധന മുടക്കാതെ, വചനധ്യാനം മുടക്കാതെ, കൂട്ടായ്മ മുടക്കാതെ, ദൈവദാസന്മാരുമായിട്ടുള്ള ബന്ധം ദൃഢതയോടെ നിലനിർത്തിക്കൊണ്ട് കർത്താവിനോട് എല്ലായ്പ്പോഴും ആ ആത്മബന്ധം, ഞാനിനി അവനിലും അവനിനി എന്നിലും എന്ന് പറയുന്ന ആ ആത്മലയനാനുഭവത്തെ സൂക്ഷിക്കാൻ ആർക്ക് കഴിയും? അവർക്ക് മാത്രമേ ഈ അനുഭവത്തിൽ നിലകൊള്ളാൻ കഴിയുകയുള്ളൂ. ആയതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്ത് ഞാൻ ആ കുറിപ്പിൽ നിന്ന് വിടകൊള്ളുകയാ. കർത്താവ് പ്രസാദിക്കാൻ അവനെ കൈക്കൊണ്ടേ പറ്റൂ. കർത്താവിന്റെ പ്രസാദം പ്രാപിക്കാൻ മറ്റൊരു ചിന്ത കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാണ്. അതിന് ആ ആലോചനകളുടെ നൽകി തന്ന് എൻ്റെ പ്രഭാഷണത്തിന് വിരാമമിടാം എന്നാഗ്രഹിക്കുകയാണ്. അടുത്ത ചിന്ത ഏതാ? 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ അതിനാധാരമായ വാക്യമാണ്. ദൈവത്തിൻ്റെ പ്രസാദം പ്രാപിക്കേണ്ടതിന്, ദൈവം നമ്മിൽ പ്രസാദിക്കേണ്ടതിന് ഉതകുന്ന അതിമഹത്തായിരിക്കുന്ന ഉപദേശ സംഹിത 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്നറിഞ്ഞുകൊള്ളണം. സഹോദരൻ പറഞ്ഞ വാക്യത്തിനായി, ഒടുവിൽ സഹോദരന്മാരെ എന്തോ ലഭിപ്പാനാ? ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്നുള്ളത് ഞങ്ങളോട് ഗ്രഹിച്ചിട്ടുണ്ടല്ലോ. എന്നാ ആർജവത്വമാത്, എന്നാ നെഞ്ചുറപ്പാ പൗലോസ് പറയുന്നേ. ദൈവപ്രസാദം ലഭിക്കാൻ എങ്ങനെ നടക്കണമെന്നുള്ളത് നിങ്ങൾ ഞങ്ങളെ കണ്ടു പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ഈ ശുശ്രൂഷക വൃന്ദങ്ങൾ ദൈവപ്രസാദത്തിന്റെ വഴിയിലാണ് നടക്കുക. ആത്മീയ ലോകത്തിൽ ഇന്ന് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു പരാധീനത എന്ന് നമ്മൾ പൊതുവെ പറയുന്നത് ആരെ നോക്കി ജീവിക്കാനാണ്. ആരുണ്ട് നല്ലത്, ആരുണ്ട് ഗുണമുള്ളത് എന്നൊക്കെ നമ്മൾ പൊതുവെ പരാതി പറയാറുണ്ട്. ആരുണ്ട് നല്ലത്, ആരുണ്ട് നല്ലതെന്നും പറഞ്ഞ് എല്ലാവരെയും സ്കാൻ ചെയ്ത് നമ്മുടെ സ്കാനിങ് മെഷീനിൽ ആരും നല്ലതായിട്ട് കാണില്ല. അവസാനം നമ്മൾ നല്ലതാകത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ആരെയും നല്ലതായി നമുക്ക് കാണത്തില്ല. അങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ തെരഞ്ഞന്വേഷിച്ച് നമ്മുടെ സമയം കളഞ്ഞൊടുവിൽ നമ്മൾ നല്ലതല്ലാതെയായി പോവുക. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു കാര്യം വിളിച്ചു പറയാം. നിങ്ങൾ ചുറ്റുപാട് നോക്കുമ്പോൾ പല കുറ്റങ്ങൾ പലരിലും പറയാനുണ്ടാകാം. പക്ഷെ ഉത്തമം ഉദാത്തമായ ഒരു വ്യക്തിത്വത്തെ ഞാൻ ഉയർത്തി കാണിക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ പ്രാണനാഥനായ കർത്താവാണ്. അവനെ നോക്കി ജീവിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ഗ്രഹിച്ചിട്ടുണ്ടല്ലോ. 1 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം, 4-ാം അധ്യായം 16-ാം വാക്യം, 4-ാം അധ്യായം 17-ാം വാക്യം, ഇതെല്ലാം പൗലോസിന്റെ അനുഗ്രഹിതമായ ജീവിതചര്യയെക്കുറിച്ച് പൗലോസ് വ്യക്തിപരമായി ഉയർത്തുന്ന അനുഗ്രഹിത സാക്ഷ്യങ്ങളാണ്. നിങ്ങൾ എൻ്റെ ദൃഷ്ടാന്തം കണ്ടോണം, ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ കണ്ടോ, എന്നോട് നിങ്ങൾ പഠിച്ചതുപോലെ. അങ്ങനെയൊക്കെ പറയാൻ ആർജവത്വമുള്ള എത്ര ആളുകളുണ്ട് നമ്മുടെ ചുറ്റുപാടും. ആരുമില്ലെന്ന് വന്നാലും ആ ഒരാളായി മാറാൻ നാം ശ്രമിച്ചേ പറ്റുകയുള്ളൂ. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? എൻ്റെ വഴികൾ, എൻ്റെ
ദൃഷ്ടാന്തം, ഞാൻ പഠിപ്പിച്ചത് എന്നെ അതുപോലെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഫിലിപ്പർ 4:9 പൗലോസ് പറയുന്നുണ്ട്, എന്നോട് കേട്ടും കണ്ടും പഠിച്ചും അറിഞ്ഞും ഉള്ളതിൽ നിങ്ങൾ നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പാറ്റേണാകാൻ കഴിയുന്ന ഒരാത്മീകതയുടെ ഉടമയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. പത്രോസ് അത് പറഞ്ഞിട്ടില്ല, മറ്റാരും പറഞ്ഞിട്ടില്ല. മിശിഹായെ മുട്ടിത്തട്ടി ഉരുമി ഒരഞ്ഞു നടന്ന് ഒരു അപ്പോസ്തലന്മാരും പറയാതിരിക്കുമ്പോ പൗലോസ് പറയുക, എന്നെ നോക്കി പഠിക്ക്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരിയാകുവേൻ. അദ്ദേഹമാ പറയുന്നത് ദൈവപ്രസാദം ലഭിപ്പാൻ എങ്ങനെ നടക്കണം. നടപ്പെന്ന പദവുമായി ചില ചിന്തകൾ പറയുമ്പോൾ ഈ ആശയം നിങ്ങൾക്ക് ബോധ്യമാകും. വേദപുസ്തകത്തിൽ നടപ്പ് എന്ന പദം വളരെ ശക്തമാണ്. ജ്ഞാനത്തിൽ നടക്കണം, വെളിച്ചത്തിൽ നടക്കണം, സത്യത്തിൽ നടക്കണം, പകലിനുള്ളവരായി നടക്കണം, മര്യാദയായി നടക്കണം. അങ്ങനെ നടപ്പ് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഈ നടപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ശ്രദ്ധിക്കണം. നടപ്പെന്ന പദത്തിന്റെ യഥാർത്ഥമായ വിവക്ഷ ദ ലൈഫ് സ്റ്റൈൽ എന്നതാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ നടപടിക്രമം. ഞാൻ പറയാം ഒരു വാചകം, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആശയം മനസ്സിലാവും. കാലുകൊണ്ട് ചെയ്യുന്ന കർമ്മം, അതാ നടപ്പെന്ന് നമ്മൾ പറയുന്നത് അല്ലേ? കാല് നടക്കാനുള്ളതാണല്ലോ, കൈ പ്രവർത്തിക്കാനുള്ളതാ. അപ്പം നടപ്പെന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് ചെയ്യുന്ന കർമ്മം എന്നതിനേക്കാൾ അധികം ജീവിതം കൊണ്ട് ചെയ്യുന്ന ധർമ്മമാകണം. അതാണ് നടപ്പ് എന്ന് പൗലോസ് അർത്ഥമാക്കുന്നത്, വചനം അർത്ഥമാക്കുന്നത്. കാലുകൊണ്ട് എങ്ങനെ നടക്കണമെന്നുള്ളതല്ല, ജീവിതം കൊണ്ട് എങ്ങനെ മുൻപോട്ട് പോകണമെന്നതാ. അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ, നടപ്പെന്ന വേദപുസ്തകത്തിലുള്ള ചില പ്രയോഗങ്ങളെല്ലാം ലേഖനങ്ങളിൽ പറയുന്ന നടപ്പ്, മുമ്പേ ഞാൻ പറഞ്ഞ പോലെയുള്ള ആ നടപ്പുകളെല്ലാം ലൈഫ് സ്റ്റൈലിനെയാണ് ഉദ്ദേശിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എങ്ങനെങ്കിലും ജീവിച്ച പോരാ, എങ്ങനെങ്കിലും കണ്ടുകെട്ടുപോയാൽ പോരാ, എങ്ങനെങ്കിലും പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ, എങ്ങനെങ്കിലും കല്യാണം കഴിച്ച് ജീവിച്ചാൽ പോരാ, എവിടെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്താൽ പോരാ, ഉപജീവനത്തിന് വേണ്ടി എന്തു തൊഴിൽ ചെയ്യാം, അങ്ങനൊന്നും പറ്റില്ല. നമുക്ക് ചില ജീവിത മര്യാദകളുണ്ട്, അത് പാലിച്ചേ പറ്റുകയുള്ളൂ. അതാണ് ലൈഫ് സ്റ്റൈൽ. കേൾക്കുക അതിന്റെ വിശദാംശങ്ങൾ. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ലൈഫ് സ്റ്റൈൽ അഥവാ നടപ്പിനെ ഞാൻ വ്യക്തമാക്കുകയാണ്. എടുക്കാം. ലേവ്യ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 2-ാമത് വാക്യങ്ങൾ ഞാൻ ഒത്തിരി പറഞ്ഞേ. അതെല്ലാം ഈ വിഷയത്തിന്റെ ഈടും അതിന്റെ കനവും കാമ്പും വെളിപ്പെടുത്താൻ വേണ്ടിയാ. ലേവ്യ 18 ഒരുപക്ഷേ പുതിയ നിയമ വിശ്വാസികൾ അധികം വായിക്കാത്തൊരു മേഖലയാകാം, പക്ഷെ വായിച്ചേ പറ്റൂ. ലേവ്യ 18:2, ലേവ്യ 19:2 ഉജ്ജ്വലങ്ങളായ 2 വാക്യമാണ്. 19:2 എന്താണെന്നറിയാമോ? ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും. അങ്ങനെ വാക്യം അറിയാം പലർക്കും, പക്ഷെ അത് എവിടാന്നറിയില്ല. അതാ വേറൊരു സംഗതി. ഇപ്പൊ ചിലർക്ക് മനസ്സിലായി, ആഹാ അത് ലേവ്യയിലായിരുന്നല്ലേ, ഓക്കെ അത്രയെങ്കിലും ആയല്ലോ ഇന്ന് കൺവെൻഷൻ വന്നതുകൊണ്ട്. ലേവ്യ 19:2 വാക്യമാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകണം. 1 പത്രോസ് 1:15 അതെടുത്ത് പത്രോസ് അവതരിപ്പിക്കുന്നുണ്ട്. പഴയ നിയമ ഉദ്ധരണിയായി പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ. ഓക്കെ, ഇനി 18:2 എന്താ പറയുന്നതെന്നറിയാമോ? യഹോവയായ ദൈവം അഥവാ വിശുദ്ധനായ ദൈവം ഞാൻ യഹോവയാകുന്നു എന്ന് പരമാധികാരത്തിന്റെ ശബ്ദത്തിൽ അരുൾ ചെയ്ത യഹോവ പറയുന്നൊരു വാക്യമുണ്ട്. എന്താ? നിങ്ങൾ പാർത്ത മിസ്രൈമിലെ നടപ്പ് പോലെ നടക്കരുത്. ശ്രദ്ധിച്ചു കേട്ടോണം ദൈവമക്കൾ, എന്നെ പുറത്ത് ശ്രദ്ധിക്കുന്ന മാന്യശ്രോതാക്കൾ കേട്ടോണം. വിമർശനത്തോടെ കേൾക്കുന്നവരും അഭ്യുദയകാംക്ഷികളായി കേൾക്കുന്നവരും തെല്ല് നീരസത്തോടെ കേൾക്കുന്നവരൊക്കെ ഉണ്ട്. സമ്മിശ്ര വികാരം ആത്മാവിൽ എനിക്കത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും കേട്ടോണേ ഈ വാക്യം. എന്താ പറയുക? മിസ്രൈമിലെ നടപ്പ് പോലെ നടക്കരുത്, നിങ്ങൾ ചെന്ന് പാർക്കാൻ പോകുന്ന കനാനിലെ നടപ്പ് പോലെയും അരുത്. മനസ്സിലായോ? അവരുടെ ആചരണങ്ങളെ നിങ്ങൾ ആചരിക്കരുത്. അടിക്കുറിപ്പിൽ ആ വാക്യം പറഞ്ഞ് അവസാനിപ്പിച്ച് 2, 3, 4 വാക്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞവന്റെ ഒപ്പുപോലൊരു പ്രയോഗം, ഞാൻ യഹോവയാകുന്നു. അപ്പൊ ആരാ പറയുന്നേ? മോശയും ഏലിയാവും ഒന്നുമല്ല. പിന്നെ ആരാ പറയുക? യഹോവ തന്നെ പറയുന്നു. 2 നടപ്പ് പാടില്ല. ഏതാ 2 രീതി? ഒന്ന്, മിസ്രൈമിലെ നടപ്പ് പോലെ. കഴിഞ്ഞ 430 വർഷം നിങ്ങൾ പാർത്ത മിസ്രൈമിലെ നടപ്പ് എന്ന് പറഞ്ഞ ജീവിത രീതി നിങ്ങൾ കണ്ടതാ. അവിടുത്തെ ദൈവം, അവിടുത്തെ ആരാധന, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ വിവാഹം, അവിടുത്തെ ഇടപാടുകൾ, അവരുടെ മരണാനന്തര ചടങ്ങുകൾ, അവിടുത്തെ സദ്യ, അവിടുത്തെ എല്ലാ ഇടപാടും നിങ്ങൾ കണ്ടതാ. അതുപോലെ നിങ്ങൾ ജീവിക്കരുത്. എന്നാ പിന്നെ ഏതുപോലെ വേണം? ഉടനെ അടുത്ത മറുപടി, അടുത്ത ചിന്ത. നിങ്ങളിപ്പോൾ പദയാത്ര ചെയ്ത് ചെന്ന് കയറാൻ പോകുന്നത് കനാനില, വാഗ്ദത്ത കനാൻ,
പാലും തേനും ഒഴുകുന്ന കനാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, അവിടുത്തെ മാതളനാരകം, മുന്തിരി, അത്തിപ്പഴം, അവിടുത്തെ പാല്, അവിടുത്തെ തേന്, അവിടുത്തെ മണ്ണ്, ഇതൊക്കെ കൊള്ളാം. പക്ഷേ അവിടുത്തെ ജനം നടക്കുന്നൊരു നടപ്പുണ്ട്, അതുപോലെ നടക്കരുത്. കണ്ടോ, വചനം എത്ര ക്ലിപ്തമാ നോക്കിക്കേ, വചനം എത്ര ശ്രേഷ്ഠമാ നോക്കിക്കേ. തൃശ്ശൂർ പാർത്തു, കേരളത്തിൽ പാർത്തു, ഉത്തരേന്ത്യയിൽ എവിടെയും പാർത്തു. അവിടുത്തെ ജനത്തിന്റെ രീതിയുണ്ട്, അവരുടെ സംസ്കാരമുണ്ട്, അവരുടെ ആചാരമുണ്ട്, അവരുടെ അനുഷ്ഠാനമുണ്ട്, അവരുടെ എണ്ണിയാൽ ഒടുങ്ങാത്ത പോലെ ദേവീദേവന്മാരുണ്ട്. അതുമായിട്ടൊന്നും നീ ഏകീഭവിക്കരുത്. ഈ മണ്ണിൽ കൂടാരം കെട്ടി പാർത്തു, ഈ മണ്ണിൽ നിന്ന് കൃഷി ചെയ്തു, ഇവിടുത്തെ അറബിക്കടലിലെ മത്തിയോ അയലയോ ചൂരയോ നെമ്മീനോ ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. ഈ മണ്ണ് തരുന്ന വെണ്ടക്കായും അമരക്കായും തക്കാളിയും പാവയ്ക്കായും ഉരുളൻകിഴങ്ങടക്കം സവാളയടക്കം വാങ്ങിച്ച് അല്ലെങ്കിൽ കിളച്ചെടുത്ത് സാമ്പാറോ തൊടുകറിയോ തീയലോ വെച്ചോ കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ സംസ്കാരത്തോട് നീ ഏകീഭവിക്കരുത്. എത്ര പേർക്ക് സ്വതന്ത്രം പറയാൻ പറ്റും? ഞാൻ സുവിശേഷത്തിന്റെ ജനുവിനാ പറയുക. എവിടെങ്കിലും താമസിച്ചിട്ട് അവിടുത്തെ പോലെയായി ഞാൻ പാർക്കുന്ന ദേശത്തിന്റെ കുഴപ്പമാണെന്നൊന്നും പറഞ്ഞു നടക്കരുത്. വചനം പറയുന്നു, മിസ്രൈമിലെ പോലെ അരുത്, കനാനിലെ പോലെ അരുത്. മനസ്സിലായോ? ഇനിയും എന്താ മിസ്രൈമിലെ നടപ്പ്, എന്താ കനാനിലെ നടപ്പ്? ശ്രദ്ധിച്ചു കേട്ടോണം. മിസ്രൈമിലെ നടപ്പ് എന്ന് പറഞ്ഞാൽ അന്യ ആരാധന, വിഗ്രഹാരാധന. അവിടെ ചാടി വരുന്നതും ഓടി വരുന്നതും ഇഴഞ്ഞു വരുന്നതും പറന്നു വരുന്നതും ഒക്കെ ദൈവമാണ്. മനസ്സിലാകുന്നുണ്ടോ? അതിനെല്ലാം അവർ ആരാധിക്കും. അതാ മിസ്രൈമ്യ ആത്മീയതയുടെ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത്. ഇനി കനാലിലെ നടപ്പ് എന്താ? പഠിച്ചോണം വ്യത്യാസം. കനാലിലെ നടപ്പ് വിഗ്രഹാരാധനയല്ല ദൈവം ചൂണ്ടുന്നത്, പിന്നെ കുത്തഴിഞ്ഞ ലൈംഗികത, അവരുടെ ആഭാസത്തരങ്ങൾ, വൃത്തികേടുകൾ, മദ്യപിച്ച് മതോന്മത്തരായി കാട്ടിക്കൊട്ടുന്ന വൃത്തികേടുകൾ, തിന്ന് കുടിച്ച് മതിച്ച് പൊളച്ച് ജീവിച്ചു പോകുക, നാളെയെക്കുറിച്ച് വിചാരമില്ലാതിരിക്കുക. മനസ്സിലായോ? ബന്ധങ്ങൾക്ക് പ്രസക്തിയില്ല, പ്രായങ്ങൾക്ക് പ്രസക്തിയില്ലാതെ കാട്ടിക്കൊട്ടുന്ന വൃത്തികേടുകളുടെ ആ തരംതാണ അനുഭവം, അതാണ് കനാനിലെ നടപ്പ്. അപ്പോൾ അന്യദൈവാരാധനയും വിഗ്രഹാരാധനയും കുത്തഴിഞ്ഞ ജീവിത നിലവാരങ്ങളും, ഇത് രണ്ടും ദൈവം പ്രസാദിക്കയില്ല. ഇത് ചെയ്യുന്നവനെ ദൈവം കൈവിടുന്നു. ഇതിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നവനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അതായത് വിശുദ്ധിയുടെ തട്ടകത്തിൽ കരുത്തോടെ നിൽക്കുന്നവരെയാ കർത്താവ് പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ചോദ്യം ചിന്താശീലയുടെ മനസ്സിൽ ഉയരാം. എന്താ ചോദ്യം? മിസ്രൈമിലെ പോലെ നടക്കരുത്, കനാനിലെ പോലെ നടക്കരുത്. ഇപ്പൊ പറഞ്ഞു നിങ്ങൾ പാർക്കുന്ന ദേശത്തിന്റെ സംസ്കാരവും ആചരിക്കരുത്. പിന്നെ എങ്ങനെ നടക്കണം? അങ്ങനെ ചോദ്യം ഉണ്ടാവുമല്ലോ ന്യായമായി. പിന്നെ എങ്ങനെ നടക്കണം? ഇവർ ചോദിച്ചെന്നിരിക്കട്ടെ, മരുഭൂമിയിലെ ജനത. ഇപ്പൊ ഇവർ മിസ്രൈമിലുമല്ല, പിന്നെ എവിടെയല്ല? കനാനിലുമല്ല. മിസ്രൈമിൽ നിന്ന് എങ്ങോട്ട് യാത്ര ചെയ്യുക? കനാനിലേക്ക്. അപ്പൊ കനാനിലെത്തിയില്ല, മിസ്രൈം പിടിക്കുകയും ചെയ്തു. ഇപ്പൊ ജനം എവിടെയാ? കമോൺ, എവിടെയാ? മരുഭൂമിയിൽ. അതേ അവസ്ഥയാ നമ്മളിപ്പോ എവിടെയാണെന്നറിയാമോ? മരുഭൂമി യാത്രയാ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ പാടാറുണ്ട് നമ്മളെല്ലാവരും, അല്ലേ? സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ. നാം സിയോനിലേക്ക് യാത്ര ചെയ്യുന്നവരാ. എത്തിയില്ല നമ്മളവിടെ, വിട്ടു നമ്മൾ പഴയ തട്ടകം. പഴയ തട്ടകം ഏതാ? നമ്മൾ കൊണ്ടുനിന്ന മതത്തിന്റെ വിവിധ ദൈവങ്ങളെ പ്രസാദിപ്പിച്ച് നിന്ന ആ തട്ടകം നമ്മൾ വിട്ടു. ദൈവവചനം കേട്ടപ്പം എന്തും വരട്ടെ എന്ന് പറഞ്ഞ് പറിച്ചെറിഞ്ഞ് നമ്മൾ പുറത്തു പോന്നു. എത്ര പേരുണ്ട് അങ്ങനെ പുറത്തു പോകുന്നവർ മാത്രം ഹല്ലേലൂയ പറഞ്ഞേ. പോയാ തട്ടിക്കളയുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിപ്പോന്നു. കുടുംബത്തിന്റെ ഓഹരി തരത്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ടുപോന്നു. അമ്മ ദുഷിച്ചു, അപ്പൻ ദുഷിച്ചു, വേണ്ടപ്പെട്ടവരൊക്കെ ദുഷിച്ചു, നാട്ടുകാരും വീട്ടുകാരും ഉപരോധം ഏർപ്പെടുത്തി, എന്നിട്ട് നമ്മൾ പോന്നു. അപ്പം നമ്മൾ അവിടെ വിട്ടു. പക്ഷേ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന വീട്ടിലെത്തിയില്ല. അതുകൊണ്ട് വിട്ടെടുത്തു നിന്ന് ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മളിപ്പോൾ എവിടെയാ? മരുഭൂമിയില്ല. അതുകൊണ്ടാ പാട്ടുകാരൻ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടുന്നേ. സിയോൻ പ്രയാണമെന്താനന്ദമാനന്ദം, തിരുസിയോനിൽ ചെന്നെത്തും പ്രഭാദിനം. സിയോൻ പ്രയാണം ചെയ്യുക നമ്മൾ, സിയോൻ സഞ്ചാരികളാ നമ്മൾ, മരുഭൂ പ്രയാണം ചെയ്യുകയാ നമ്മൾ. ഈ മരുപ്രയാണത്തിൽ നമ്മളുടെ കനത്ത ദൂത വിട്ട തട്ടകത്തിലെ പഴയ ആചാരത്തിലേക്ക് പോകരുത്. ഈ ലോകത്തിന്റെ ഏതെങ്കിലും കനാനിന്റെ ആ പച്ചപ്പ് കണ്ട് അവിടുത്തെ സൗകര്യങ്ങൾ അനുവദിക്കുകയും ചെയ്യരുത്. പിന്നെങ്ങനെ നടക്കണം? അതിന് പുതിയ നിയമമാ വഴി പറഞ്ഞു തരുന്നത്. പഴയ നിയമത്തിൽ നടക്കരുതെന്ന് മാത്രമാ പുതിയ നിയമം തരുന്നൊരു മറുപടി ഉജ്ജ്വലമാ. ഇന്ന് രാത്രി അത് ഹൃത്തടത്തിൽ ഏറ്റെടുത്തു കൊണ്ടുപോകണം. എന്താ പുതിയ നിയമം തരുന്ന മറുപടി എന്നറിയാമോ? 1 യോഹന്നാൻ ലേഖനം 2-ാം അധ്യായം 6-ാമത് വാക്യം. 1 യോഹന്നാൻ 2:6 വാക്യം. എന്താ അവിടെ പറയുക? അവരിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ എല്ലാവരും എന്തോ ചെയ്യണം? അവൻ നടന്ന പോലെ നടക്കണം. എത്ര പേർക്ക് സ്വതന്ത്രം പറയാൻ പറ്റും? മിസ്രൈമിലെ നടപ്പ് പോലെ വേണ്ട. വിഗ്രഹാരാധന, അന്യാരാധന, വെച്ചുപൂജ, ഏതെങ്കിലും വിധത്തിലുള്ള ചെയ്തുദോഷങ്ങൾ, കർമ്മകാണ്ഡങ്ങൾ, അതൊന്നും വേണ്ട. അതെല്ലാം നാം വിട്ടുപോന്നു.
കർത്താവ് നമ്മെ വിളിച്ചു, കം ഓൺ എന്ന് സുവിശേഷത്തോടെ വിളിച്ചു. നമ്മളതെല്ലാം വിട്ടിങ്ങ് പോന്നു. ഇനി ആര് പിടിച്ച് വലിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാലും നമ്മൾ പോകത്തില്ല. അതിനൊക്കെ സ്വതന്ത്രം പറയാൻ പറ്റുമോ? ആര് കണ്ണുരുട്ടിയാലും ആര് ഭീഷണിപ്പെടുത്തിയാലും നമ്മൾ അങ്ങോട്ടില്ല. എന്നാൽ അതിലും മെച്ചമായി ഇപ്പുറത്ത് വേറെ സുഖസൗകര്യങ്ങൾ കാണിച്ചു തന്നാലും അതിലോട്ടുമില്ല. നമ്മൾ എങ്ങനെ നടക്കാൻ തീരുമാനിക്കുന്നു? അവൻ നടന്ന പോലെ. ആര് നടന്ന പോലെ? യേശു നടന്ന പോലെ അവിടെ ദൈവം പ്രസാദിക്കുന്നേ. തെസ്സലോനിക്കയിലേക്ക് 4:1 അതിലേക്ക് വന്നേ. അവിടെ പറയുന്നത്, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം? ഉത്തരം കിട്ടി. ആര് നടന്ന പോലെ നടക്കണം? യേശു നടന്ന പോലെ നടക്കണം. ഹല്ലേലൂയ. എത്ര പേര് തീരുമാനമെടുക്കും? സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എത്ര പേർ തീരുമാനമെടുക്കും? കോളേജിലും സ്കൂളിലും പഠിക്കുന്ന യുവചേതന എത്ര പേർ തീരുമാനമെടുക്കും യേശു നടന്ന പോലെ നടക്കാൻ? യേശു നടന്ന പോലെ 33.5 വർഷം, അതിൽ 3.5 വർഷം പരസ്യമായി നടന്നു. നയനിലൂടെ, ബെത്ഫാരയിലൂടെ, ബഥാന്യയിലൂടെ, കഫർനഹൂമിന്റെ തെരുവീഥികളിലൂടെ, ഫലസ്തീന്റെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം 200 മൈൽ വിസ്താരമുള്ള പുതിയ നിയമ ഫലസ്തീന്റെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ആ ദേശം വിട്ട് പുറത്തെങ്ങും പോകാതെ തലങ്ങും വിലങ്ങും യാത്ര ചെയ്തു. സകല കവലകളിലും ഇടവടിയിലും പെരുവടിയിലും പട്ടണപ്രാന്തങ്ങളിലൊക്കെ നിന്നു. സാധാരണക്കാരോടൊപ്പം മുട്ടിത്തട്ടി ഉരുമി നടന്നു. ആ നടപ്പ് എങ്ങനെയായിരുന്നു? വിശുദ്ധിയുടെ ഉന്നതിയിലുള്ള നടപ്പായിരുന്നു. അവൻ ഈ പാർത്തലത്തിലേക്ക് ജനിക്കുന്നതിന് മുൻപ് അവന്റെ നടപ്പിനെ കുറിച്ച് പരാമർശിച്ചിരുന്ന ഒരു അനുഗ്രഹിത വാക്യം എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറില്ല. ലൂക്കോസ് 1:35. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിലും അപ്പോൾ ഉണ്ടാകുന്ന വിശുദ്ധ പ്രജ. യേശു ജനിക്കുന്നതിന് മുമ്പേ പറഞ്ഞതാ. യേശു എങ്ങനെയുള്ളവനാ? വിശുദ്ധ പ്രജ എന്ന് ജനിക്കുന്നതിന് മുമ്പേ പറഞ്ഞ ആ വാചകത്തിന് ഒരു മങ്ങലും വരുത്താതെ വിശുദ്ധനായി തന്നെ നടന്നതാ എൻ്റെ യേശു. അതുകൊണ്ട് അവനെ പോലെ നടന്നോണം. ഹല്ലേലൂയ. ഇനി വേറൊരു വാക്യം, 100 കണക്കിന് ആളുകൾ അല്ല, 1000 ആളുകൾ. ഇന്നത്തെ പോലെ സൗണ്ട് സിസ്റ്റം ഒന്നും, ശബ്ദ സംവിധാനം, ഫീഡ്ബാക്ക് സിസ്റ്റം, പാട്ടുകാരുടെ അകമ്പടി മേമ്പടി, ഈ പന്തൽ ഒന്നുമില്ല. പൊടിക്കാറ്റടിച്ച്, ചാറ്റമഴ നനഞ്ഞ്, വെയിലുകൊണ്ട് ഒക്കെ കവലകളിൽ നിന്ന് യേശു പ്രസംഗിക്കുമ്പോൾ 1000 ആളുകൾ ആ തേൻമൊഴി കേൾക്കാനുണ്ടായിരുന്നു. കൂടി വന്ന ജനാവലിയുടെ മുഖത്ത് നോക്കി കൺമണിയിലേക്ക് വിരൽ ചൂണ്ടി, നെറ്റിയിലേക്ക് വിരൽ ചൂണ്ടി എൻ്റെ യേശു ചോദിച്ച ചോദ്യം, എസേന്യരും എരിവുകാരും പരീശന്മാരും സദൂക്യരും ഹെരോദാക്കന്മാരും പിന്നെ അധികാരിവർഗങ്ങൾ ഒക്കെ ഉണ്ടായിരുന്ന ആ കൂട്ടത്തോട് ചോദിച്ചു, എൻ്റെ യേശു, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? അതായിരുന്നു യേശുവിൻ്റെ നടപ്പ്. എത്ര പേർക്ക് പറയാൻ പറ്റും? നമ്മുടെ രാജ്യം ഭരിച്ച എത്ര പേർക്ക് അത് പറയാൻ പറ്റും? ഭരിച്ചുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് പറയാൻ പറ്റും? ലോകത്തിലെ വമ്പൻ താരങ്ങൾ എത്രയോ പേരുണ്ട്. അങ്ങ് നിമ്രോദ് മുതൽ ഇങ്ങോട്ട് എത്ര ആളുകൾ. അവരാരും പറയാത്തൊരു ഡയലോഗാ എൻ്റെ യേശു പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ പറ്റും? പ്രൈസ് ദ ലോർഡ്. ആ യേശു നടന്ന പോലെ നടക്കണം. അവിടെ ആ ദൈവപ്രസാദം. സ്തോത്രം. ഇനി കേൾക്കണം മറ്റൊരു വാക്യം. മരണത്തിന് അല്പനിമിഷങ്ങൾക്ക് മുൻപ് നിയമത്തിന്റെ അവസാന വാക്കായി വല്ലതും പറയുവാൻ പരമാധികാരമുള്ള പീലാത്തോസ് പറയുന്നൊരു ഡയലോഗുണ്ട്. യോഹന്നാൻ 19 മുമ്പേ ഞാൻ പറഞ്ഞ വാക്യത്തിന്റെ റെഫറൻസ് തന്നില്ല. യോഹന്നാൻ 8:46 നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം. ചിലർ വചനം കുറിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് ഇറങ്ങിപ്പറഞ്ഞത്. ലൂക്കോസ് 1:35 ജനിക്കുന്നതിന് മുമ്പ് വിശുദ്ധൻ എന്ന പ്രഖ്യാപനം ചെയ്തത്. ജനിച്ച ശേഷം പരസ്യ ശുശ്രൂഷയുടെ ഇടയിൽ ജനകോടികളോട് വിളിച്ചു പറഞ്ഞ വാചകം, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം. യോഹന്നാൻ 8:46. എന്നാൽ പീലാത്തോസ് എന്ന പരമാധികാരി, നിയമത്തിന്റെ അവസാന വാക്ക്, അദ്ദേഹം തന്റെ പ്രട്ടോറിയത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞൊരു ഡയലോഗുണ്ട്. എന്താണെന്നറിയാമോ? ഞാനിവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഞാനിവനിൽ ഒരു കുറ്റവും. അത് കേട്ടൊരു സ്വോത്രം പറയാൻ തോന്നുന്നില്ലേ? യേശുവിനെ കുറിച്ച് പറയുക, ഞാനിവനിലൊരു കുറ്റവും. ആ യേശു നടന്ന പോലെ നടക്കാൻ താല്പര്യം എത്ര പേർക്കുണ്ട്? ആ യേശു നടന്ന പോലെ നടക്കണം. ആയുസിന്റെ അവസാനം എത്തുമ്പോഴും ഒരു കുറ്റവുമില്ലാത്തവൻ എന്ന് മറ്റുള്ളവർ പറയാൻ കഴിയണം. വെള്ളപതച്ച് വാക്കും ഭാഷണവും ഇല്ലാതൊരു നീലപ്പടുത വലിച്ചു കെട്ടിയ പന്തലിനകത്ത് മൃതശരീരമായി കിടന്നു കൊടുക്കുമ്പോൾ വരുന്ന എല്ലാവർക്കും അനുശോചനം പറയാൻ അവസരം കിട്ടിയില്ലെങ്കിൽ കൂടെ വരുന്ന മുഴുവൻ ആളുകളും ആ ചേതനയറ്റ മൃതശരീരത്തിന് അരികിൽ നിന്നുകൊണ്ട് മനസ്സുകൊണ്ട് മന്ത്രിക്കണം, ഒരു ദോഷവുമില്ലാതെ പാർത്തലത്തിൽ ജീവിച്ചൊരു ഭക്തനാ ഈ മാതാവ്, ഈ സഹോദരി, ഈ കുഞ്ഞ്, ആക്ഷേപമില്ലാത്ത ആളായിരുന്നു എന്ന് പറയാൻ കഴിയണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടത്? അതാണ് യഥാർത്ഥ ക്രൈസ്തവീയത. അപ്പൊ അതിന് പ്രിയരെ, നമ്മൾ യേശു നടന്ന പോലെ നടക്കണം. യേശുവിന്റെ നടപ്പിനെ കുറിച്ച് ഈ 3 വാക്യങ്ങൾ ഒരിക്കലും മറക്കരുത്. ആർക്കും അവനിൽ ഒരു കുറ്റവും കാണിക്കാൻ കഴിയുമായിരുന്നില്ല. ആരാണ്ടൊക്കെ 6-ാം തിരുമുറിവെന്നോ 7-ാം തിരുമുറിവെന്നൊക്കെ പറഞ്ഞ് പുസ്തകം ഉണ്ടാക്കി, നാടകം ഉണ്ടാക്കി. വേറൊരു മകാൻ അതിലും ഗംഭീരമായ ഒരു ആംഗലേയ പുസ്തകം ഉണ്ടാക്കി.
യേശുവിനെ അപഹസിക്കാൻ. അതൊക്കെ 8 നില പൊട്ടിയതല്ലാതെ എൻ്റെ യേശുവിൻ്റെ നടപ്പിന് ഒരു ദുർനടപ്പുണ്ടെന്ന് ആർക്കും പറയാൻ കഴിഞ്ഞില്ല. എൻ്റെ യേശു വിശുദ്ധനല്ല, വിശുദ്ധിയിൽ ഭയങ്കരനാണ്, പരിശുദ്ധിയിൽ ശ്രേഷ്ഠനായി ശോഭിക്കുന്നവൻ. ഹല്ലേലൂയ. അപ്പൊ ആ യേശു നടന്ന പോലെ നടക്കുന്നവരാരാണ്? അവരിലാതെയും പ്രസാദിക്കുന്നത്. ബോധ്യമായവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. പ്രിയരെ, അനുഗ്രഹമല്ല നമുക്ക് വേണ്ടുന്നത്, ദൈവപ്രസാദമാണ് വേണ്ടുന്നത്. ഇനി ഞാൻ 1, 2, 3, 4 വാക്യങ്ങൾ തരാം. ആ വാക്യങ്ങൾ യേശുവെ പോലെയാകാൻ, യേശു നടന്ന പോലെ നടക്കുമെങ്കിൽ അതിനുള്ള അനുഗ്രഹിതമായ ആത്മീകമായ വിചിന്തനം നിങ്ങളിൽ തരാൻ വേണ്ടി ചില വാക്യങ്ങൾ മാത്രം തരാം, വിവരണങ്ങളില്ലാതെ. വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാ. ഒടുവിൽ ആരാധിച്ച് നമുക്ക് പിരിയണമല്ലോ. കേട്ടുകൊള്ളുക. നാളെ രാത്രിയിലെ യോഗം ആരും മുടക്കരുത്. അനുഗ്രഹിതമായ ഗാനങ്ങൾ കുഞ്ഞുങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട് നാളേക്ക് വേണ്ടി. മാത്രമല്ല, പാസ്റ്റർ സജി ചാത്തങ്കരി അനുഗ്രഹിതമായ ഒരു ഉണർവ് പ്രസംഗകനാണ് അദ്ദേഹം. മുടക്കരുത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സന്ദേശം. ആധികാരികതയുള്ള, ആനുകാലിക പ്രസക്തിയുള്ള, ക്രിസ്തുശാസ്ത്ര പ്രധാനമായ ആശയങ്ങൾ ഇതിൻ്റെ തുടർച്ചയെന്നോണം അദ്ദേഹം നിങ്ങളോട് ശുശ്രൂഷിക്കും. മറ്റുള്ളവരെയും കൂടെ കൂട്ടിവരാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു. ശ്രദ്ധിച്ചേ, യേശുവെ പോലെ നടക്കണം. അതാണ് ദൈവപ്രസാദത്തിൻ്റെ വഴി എന്നറിയണം. തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത് വാക്യം പറയുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം. ശുദ്ധീകരണം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഇടപാടിലും പോകാതിരിക്കണമെങ്കിൽ യേശുവെ പോലെ. മലയാളികൾ പാടുന്ന പാട്ട് സുന്ദരമായ നാഗൽ സാഹിബിൻ്റെ അനുഗ്രഹിത പാട്ട്. ഞാൻ പാടുന്നില്ല, ഞാൻ പാട്ടുകാരനല്ല. പാട്ടുകാരൻ ആയിട്ടുള്ള എൻ്റെ മകൻ ഇവിടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. പക്ഷേ പാട്ടുകാരനല്ലെങ്കിൽ കൂടെ, തൊണ്ട വയ്യെങ്കിൽ കൂടെ അറിയാതെ ഞാൻ മൂളിപ്പോകുന്ന നാഗൽ സാഹിബിൻ്റെ പാട്ടിൻ്റെ ആ വരി എനിക്ക് മറക്കാനാവില്ല. അതാണ് യേശുവെ പോലെ ആകുവാൻ എന്നുള്ളത്. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ എന്നുള്ള ആ വഴി. ആ വരികൾ വളരെ അനുഗ്രഹിതമായ അനുഭവമാണ്. എല്ലാ മലയാളികൾക്കും സഭാവിഭാഗമില്ലാതെ എല്ലാവർക്കും പാടാൻ അറിയാവുന്നതും ധ്യാനിക്കുന്നതുമാണ്. പക്ഷേ യേശുവെ പോലെ ആകണം എന്നുണ്ടെങ്കിൽ ഞാനിനി പറയുന്ന വാക്യങ്ങളിലൂടെ വന്നേ പറ്റൂ. കുറേയേറെ വാക്യങ്ങൾ ഞാൻ തരാം, വായിപ്പിക്കുന്നില്ല. ആ വാക്യത്തിലെല്ലാം പോലെ പോലെ പോലെ, യേശുവെ പോലെ എന്ന അനേകമായ ആശയം ആഴത്തിൽ നൽകുന്ന പ്രയോഗങ്ങളുണ്ട്. പോലെയില്ലാത്ത ഒറ്റ വാക്യവും ഇനി പറയില്ല. അനുഗ്രഹിതമായ ആ പദപ്രയോഗം ചേർത്ത് വെച്ച നിരവധി വാക്യങ്ങൾ ഉൾത്തടത്തിൽ കരുതിക്കൊള്ളണം. അത് ജീവിത ഗന്ധിയാക്കി മാറ്റണം. ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലേക്കും അതങ്ങോട്ട് പകർത്താൻ കഴിയണം. കേട്ടോ, 1, യേശു അനുസരിച്ചതുപോലെ നാം വചനം അനുസരിക്കണം. യേശുവെ പോലെയാകാൻ ഒറ്റ മാർഗം, യേശു അനുസരിച്ചതുപോലെ എന്തോ ചെയ്യണം? അനുസരിക്കണം. വചനം അനുസരിക്കുന്ന കാര്യത്തിലാണല്ലോ എല്ലാവർക്കും പ്രശ്നം. യേശുവിൻ്റെ അനുഗ്രഹം കിട്ടാൻ എല്ലാവർക്കും സന്തോഷമാണ്. വചനം അനുസരിക്കുന്ന കാര്യം പറയുമ്പം ആടിനെ വെള്ളത്തിൽ കിടക്കാൻ പെടുന്ന പാടാ, ചിലരോട് ഉപദേശം പറഞ്ഞ് ഫലിപ്പിക്കാൻ പെടുന്ന പാട് ഭയങ്കര പ്രയാസമാണ്. എല്ലാം ഇഷ്ടമാണ്. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വരട്ടെ, സമയം വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറകോട്ട് പോകും. പക്ഷേ ഇവിടെ ഒരു വാക്യം കേട്ടോണം. യോഹന്നാൻ 15:10, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. ആരനുസരിച്ച പോലെ? ഞാൻ അനുസരിച്ച പോലെ. 15:10 മറക്കരുത്. അടുത്ത വാക്യം കേട്ടോണം. യേശുവെ പോലെയാകാൻ എന്തു ചെയ്യണം? 1 യോഹന്നാൻ 3:3 വാക്യം. 1 യോഹന്നാൻ 3:3 ലേഖനമാണ്. അവിടെ ഇങ്ങനെയാണ് പറയുക യോഹന്നാൻ, അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നിങ്ങളും നിർമ്മലരാകണം. എങ്കിലേ യേശുവെ പോലെ ആകുള്ളൂ. ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളും നിർമ്മലമാകണം. കാരാവീടി വലിക്കുന്നവനും കട്ടുകെട്ട് കള്ളു കുടിക്കുന്നവനും പോയിലത്തൻ്റെ മോണരോഗമാണെന്ന് പറഞ്ഞ് വായിലിട്ട് ചവയ്ക്കുന്ന അമ്മച്ചിയും കുഴിനകമാണെന്ന് പറഞ്ഞ് കൂട്ടച്ചും വാരിപ്പൊത്തിക്കൊണ്ട് നടക്കുന്ന പെമ്പിള്ളാരും ആമ്പിള്ളാരും ഒന്നും നിർമ്മലരാണെന്ന് പറയാൻ പറ്റില്ല വചനപ്രകാരം. മനസ്സിലാകുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ അവസരത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഒത്തുകിട്ടിയാൽ ജഡശരീരത്തിൻ്റെ സമ്മർദ്ദം കൂടെ ഒത്തുവരും. 2 കാര്യം ശ്രദ്ധിച്ചോണേ. 1, സാഹചര്യത്തിൻ്റെ ആനുകൂല്യത. 2, ജഡത്തിൻ്റെ സമ്മർദ്ദം. സാഹചര്യത്തിൻ്റെ ആനുകൂല്യം പ്ലസ് ജഡത്തിൻ്റെ സമ്മർദ്ദം = പാപം. അതാണ് അതിൻ്റെ സമവാക്യം. ഓക്കെ, അപ്പോൾ അത് നാം തിരിച്ചറിയണം. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ യേശു നിർമ്മലനായിരിക്കുന്ന പോലെ നമ്മൾ നിർമ്മലരാകണം. എത്ര പേർക്ക് സ്വതന്ത്രം പറയാൻ പറ്റും? അടുത്ത ഒരു സംഗതി, യേശു ഐക്യമത്യപ്പെട്ടിരിക്കുന്ന പോലെ നാം ഐക്യമത്യപ്പെടണം. അവിടെയും പോലെ എന്ന പ്രയോഗമുണ്ട്. എവിടെ? യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായം 23-ാമത് വാക്യം. യോഹന്നാൻ 17:23. യേശുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാ, മഹാപൗരോഹിത്യ പ്രാർത്ഥന. അതിനകത്ത് ഇങ്ങനെ പറയുന്നു, പിതാവേ,
നാം ഒന്നായിരിക്കുന്നത് പോലെ അവർ നമ്മിൽ ഒന്നാകേണ്ടതിന്, നാം ഒന്നായിരിക്കുന്ന പോലെ അവർ തമ്മിൽ ഐക്യത്തിൽ ഒന്നാകേണ്ടതിന്. കണ്ടോ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവർ ഐക്യതയിൽ തികഞ്ഞവരാകേണ്ടതിന്. അപ്പോൾ കർത്താവ് പറയുന്നത് എന്താ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ ദൈവത്വത്തിന്റെ, ഗോഡ് ദ ഫാമിലിയിലെ ഈ മൂന്നാളത്വങ്ങൾ ഒന്നായിരിക്കുന്നു. ഒന്നായിരിക്കുമ്പോൾ തന്നെ മൂന്നായിരിക്കുമ്പോൾ തന്നെ ഒന്നാണ്. കണ്ടോ, അതൊരു വലിയ മർമ്മമാണ്. ഒന്നാണ്, അപ്പൊ മൂന്നാണ്, അപ്പൊ തന്നെ ഒന്നാണ്. യാതൊരു അവകാശ സമരങ്ങളുമില്ല. ഐക്യത്തിൽ ഒന്നായിരിക്കുന്ന പോലെ അവർ ഒന്നാകണം. അപ്പൊ യേശുവെ പോലെ ആകണമെങ്കിൽ ഐക്യതയിൽ തികഞ്ഞേ പറ്റൂ. യേശു ഐക്യത സൂക്ഷിക്കുന്ന പോലെ. മനസ്സിലാകുന്നുണ്ടോ? ജാതിയുടെയോ മതത്തിന്റെയോ കുലത്തിന്റെയോ കുടുംബത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേരിൽ അകന്നകന്ന് വിഭാഗികതകളില്ലാതെ ഐക്യത സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ യേശുവെ പോലെ അവിടെ അതെയോ പ്രസാദം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ച് അടുത്ത വേറെ പോലെ തരാം. ഏതാണെന്നറിയാമോ? യേശു പ്രവർത്തിച്ചതുപോലെ. നമുക്കിഷ്ടമുള്ള പോലെ വല്ലതും ചെയ്യുക എന്നുള്ളതല്ല. നമ്മുടെ പ്രവൃത്തി നമ്മുടെ ഇഷ്ടമല്ല, നമ്മുടെ പ്രാവീണ്യമല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ അനിതര സാധാരണമായ കഴിവല്ല. പകരം യേശു ചെയ്ത പോലെ. എവിടെയാ വാക്യം? യോഹന്നാൻ 13:15. അവിടെ ഇങ്ങനെ പറയുക, ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. അത് പാദശുശ്രൂഷയുടെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളും യേശു ചെയ്ത പോലെ ചെയ്യാൻ കഴിയണം. പിതാവിനോട് അനുവാദം ചോദിച്ച് പിതാവിന്റെ അനുവാദം കിട്ടിയ ശേഷം മാത്രം കാര്യങ്ങളിലേക്ക് ഇടപെട്ട യേശുവിന് എങ്ങും ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല, എങ്ങും തലകുനിക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ ഇഷ്ടമനുസരിച്ച് അളിയൻ പറഞ്ഞ പോലെ, നാത്തൂൻ പറഞ്ഞ പോലെ, മച്ചാൻ പറഞ്ഞ പോലെ, മച്ചമ്പി പറഞ്ഞ പോലെ ഏതാണ്ടിനൊക്കെ ചാടി പുറപ്പെട്ടു. ഒടുവിൽ നഷ്ടത്തിലും കഷ്ടത്തിലുമായി. ഒടുവിൽ സഭായോഗത്തിന് വന്നിരുന്ന് കരയുക. സാക്ഷി പറയാൻ നേരത്തെ ഒരു പാട്ട്, സന്തോഷിപ്പിക്കുന്ന പാട്ടല്ല, അനുഭവത്തോട് ചേർന്ന് കരയുന്ന ഒരു പാട്ട്. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻവിളി കേട്ടിറങ്ങാൻ. അങ്ങനെ പ്രിയൻ സമുദ്രത്തിലോട്ട് ആരെയും വിളിക്കുന്നില്ല, നമ്മളായിട്ട് ചാടി ഇറങ്ങിയതാ. ആരാൻ്റെ വാക്ക് കേട്ടോണ്ടാ ഉണ്ടായിരുന്നു വിറ്റത്. ആ കാശന്തി അതങ്ങനെ ഇങ്ങനെയും പോയി. എങ്ങാണ്ടൊന്ന് വാങ്ങിച്ച പറമ്പിലോട്ട് ഇപ്പം കയറാൻ വഴി കിട്ടുന്നില്ല. പണ്ടറിഞ്ഞില്ല സംഭവം. ആരാണ്ട് അളിയന്മാരോ മച്ചാന്മാരോ കൊണ്ട് നമ്മളെ അവിടെ കുരുക്കിയതാ. ആരാണ്ട് പറഞ്ഞു ആ കോളേജിൽ പോയാൽ മതിയെന്ന്. കൊച്ചിനെ അവിടെ കൊണ്ടിട്ടു. ഇപ്പോൾ അവിടുന്ന് അഡ്മിഷൻ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടിയുള്ള പടാപ്പാടാ. മനസ്സിലായോ? ആരാണ്ട് പറഞ്ഞു ആ കോഴ്സ് മതിയെന്ന്. അത് തിരഞ്ഞെടുത്തു. ഇപ്പൊ ചെറുക്കന് അതിനകത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, അത് ഇട്ടിട്ട് പോകണം എന്ന സ്ഥിതിയിലേക്ക് വരിക. ആരാണ്ട് പറഞ്ഞു ഇപ്പൊ ശുശ്രൂഷിക്കുന്നിടത്തുനിന്ന് മാറണം. അങ്ങനെ മാറി. ഇപ്പം മാറിയെടുത്ത് ഒരു പ്രയോജനമില്ല, തിരിച്ചു വന്നാൽ കൊള്ളാമെന്നുണ്ട്, ആരും കേട്ടത്തില്ല. ഇപ്പം ആരാണ്ടൊക്കെ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ഏതാണ്ടൊക്കെ ചെയ്ത് ഇറങ്ങി പ്രിയനെ സമുദ്രത്തിന് നടുവിലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യേശു ചെയ്തതെല്ലാം പിതാവിന്റെ ഹിതപ്രകാരമാണ്. അതുകൊണ്ടാണ് സംഗീതകാരൻ പറയുന്നത്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. അതിനാണ് ആ വാക്യം കൊടുക്കുന്നത്. 13:15, ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യേണ്ടതിന്. തീർന്നില്ല പ്രിയരെ, സ്നേഹിക്കുന്നതും യേശു സ്നേഹിച്ച പോലെ ആകണം. എവിടെയാ വാക്യമെന്നറിയാമോ? യോഹന്നാൻ 15:12 വാക്യം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്തോ ചെയ്യണം? സ്നേഹിക്കണം. ക്രൈസ്തവീയതയുടെ മൂല്യമാണ് ഞാൻ പറയുക, യേശുവിനെ പോലെ. ഇതെല്ലാം കൂടെ ചെയ്യുന്നവർക്ക് മാത്രം പാടാനുള്ള പാട്ടായത്. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. അവർക്ക് മാത്രമേ പാടാൻ അവകാശമുള്ളൂ. യേശു ജീവിച്ച പോലെ ജീവിക്കാൻ. അടുത്തൊന്നുകൂടെ കേൾക്കണോ? യേശു ക്ഷമിച്ച പോലെ ക്ഷമിക്കണം. സ്വത്രം പറഞ്ഞില്ലല്ലോ. നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല, അതാ നമ്മൾ ഈ ഉടനെ സ്വത്രം പറയാത്തേ. വചനം ഇങ്ങനെ പറയുന്നു, കൊലോസ്യർ 3:13, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ എന്തോ ചെയ്യണം? തമ്മിൽ ക്ഷമിക്കണം. അപ്പം യേശുവെ പോലെ ആകാൻ, യേശുവെ പോലെ ആയിട്ട് ദൈവപ്രസാദം പ്രാപിക്കാൻ ഈ പോലെകളെല്ലാം ഇങ്ങനെ അടുക്കടുക്കായി വന്നേ പറ്റൂ. കൊലോസ്യർ 3:17, എത്ര കാലമായി പണങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി മിണ്ടാട്ടമില്ലാതെ ആയിട്ട് ഇന്നും ആ പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമില്ലല്ലോ. എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഞങ്ങളോട് ഞാൻ പറയട്ടെ. ഇടയ്ക്ക് സമയമില്ലെങ്കിൽ കൂടെ പിണങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളും വർഷങ്ങളുമായി. പക്ഷെ ഇതിനിടയ്ക്ക് എത്ര കർത്തൃമേശ എടുത്തു, ഇതിനിടയ്ക്ക് എത്ര കാത്തിരിപ്പ് യോഗം, എത്ര ഉപവാസ പ്രാർത്ഥനകൾ, എന്നിട്ടും ആ പിണക്കത്തിന് പരിഹാരമായിട്ടില്ല. ഇതാ നമ്മുടെ ഇടപാട്. പക്ഷെ വചനം പറയുന്നു, അവൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. മുഖത്തെ രോമം വെട്ടിച്ച് പിഴുതു പറിക്കുമ്പോൾ, മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുമ്പോൾ, മുഖത്തേക്ക് അവർ മുട്ടു ചുരുട്ടി കുത്തുമ്പോൾ, പുറമടി ചുഴബുചാല് പോലെ കീറി മുറിച്ചപ്പോഴും ഏറ്റവും ഒടുവിൽ ഒറ്റ വാക്കുകൊണ്ട് അവരെ ശപിക്കാമായിരുന്നു, ഒറ്റ വാക്കുകൊണ്ട് അവരെ ശിക്ഷിക്കാമായിരുന്നു. പക്ഷെ ഇതെല്ലാം അനുഭവിച്ച രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നവൻ 3 കാരിരുമ്പാണിയിൽ തൂങ്ങിക്കിടക്കുന്ന ആ കിടപ്പിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഇവരോട് ക്ഷമിക്കണമേ. കർത്താവ് ക്ഷമിച്ച പോലെ ക്ഷമിക്കണം.
ഏറ്റവും കൂടുതൽ വാക്യം കൂടെ തന്ന് നിർത്തട്ടെ. യേശു ജയിച്ച പോലെ ജയിക്കണം. എങ്ങനെങ്കിലും ജയിച്ചാൽ പോരാ. ക്രിസ്ത്യാനി ജയിക്കേണ്ടത് ആര് ജയിച്ച പോലെ? പണ്ടൊക്കെ 10ാം ക്ലാസ്സിൽ 210 മാർക്ക് വാങ്ങിച്ച് നമ്മൾ ജയിച്ചവരാ. കൈയൊന്നും പൊക്കണ്ട. ജയിച്ചു. അതിന്റെ ലഡുവായത്. എന്നാ പിടിച്ചു. ലഡു വാങ്ങിച്ച പുള്ളി നമ്മളോട് ചോദ്യം, എത്ര മാർക്കുണ്ട്? നമ്മൾ പറഞ്ഞേ ഇല്ല ഇന്ന് വരെ, അല്ലേ? കാരണം പറയാതെ നമ്മൾ ഒഴിഞ്ഞു മാറിയപ്പോഴേ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായി എത്രയേ ഉള്ളൂ. അതിന് മുകളിലോട്ടുള്ളവരെല്ലാം മിടുക്കോടെ മാർക്ക് പറയുന്നുണ്ട്. 300 ഉണ്ട്, 350 ഉണ്ട്, 550 ഉണ്ട്. അല്പം കൂടി കിട്ടിയിരുന്നെങ്കിൽ റാങ്ക് കിട്ടിയേനെ. അവരിങ്ങനെ മാർക്ക് വാദോരാതെ പറഞ്ഞുകൊണ്ട് നടന്നപ്പം നമ്മൾ പൂട്ടി വെച്ചുകൊണ്ട് നടന്നു. മിണ്ടത്തില്ല. ജയിക്കാനേ പ്രാർത്ഥിച്ചുള്ളൂ. ജയിച്ചുവല്ലോ, അത് മതി. അല്ലെ, എന്നാലും എത്ര മാർക്ക് അത് പറയത്തില്ല. അപ്പോഴേ അവർക്ക് മനസ്സിലായി എത്ര ഉണ്ട്. അതാണ് കാര്യം. അങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെടാൻ വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്ത അല്പം മാർക്ക്, അതാണല്ലോ മോഡറേഷൻ. അങ്ങനെ കിട്ടി ജയിച്ചു. യേശു അങ്ങനല്ല ജയിച്ചത്. മോഡറേഷൻ കിട്ടി ജയിച്ചല്ല യേശു. അവന്റെ ജയം പൂർണ്ണ ജയമായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ലോകം ജഡം പിശാച്, റോമാ സാമ്രാജ്യത്തെ, യഹൂദ മത മേലധ്യക്ഷന്മാരെ എതിരെ അവനെ തോൽപ്പിക്കാൻ പാഞ്ഞെടുത്ത ശത്രുവിനെ, പിശാചിനെ ഫൽസിച്ചകറ്റി ജയം പ്രാപിച്ചു. നമ്മോട് പറയുന്നു, ഞാൻ ജയിച്ചതുപോലെ. എവിടെ വാക്യം? ഒടുവിൽ ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ അവസാനിപ്പിക്കുക. വെളിപ്പാട് പുസ്തകം 3:21 നാം ഇങ്ങനെയാണ് വായിക്കുക, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ ഇരിപ്പാൻ വരം നൽകും. അടുത്ത ക്ലോസ് അവിടെ പറയുന്ന ഇതാണ്, ഞാൻ ജയിച്ച് എൻ്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്ന പോലെ. അപ്പൊ ആര് ജയിച്ച പോലെ ജയിക്കണം? യേശു ജയിച്ച പോലെ ജയിച്ചാൽ ഇരിക്കാം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവപ്രസാദമുള്ളവരെയാ ചേർക്കുക. ആ ദൈവപ്രസാദമുള്ളവർ ആരാന്നർ മനസ്സിലായോ? ഇതിനോടകം യേശുവെ പോലെ ആയിത്തീർന്നവരാ. യേശുവെ പോലെ ആയിത്തീരാൻ യേശു ചെയ്ത ഈ നടപടിക്രമങ്ങളിലൂടെ കടന്നു കയറി വന്നേ മതിയാകൂ. ഞാൻ ഇന്നലെ വായിച്ച കുറിവാക്യത്തിൽ കൊണ്ട് നിർത്തുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആ ദൈവപ്രസാദമുള്ള മനുഷ്യരാണ് നമ്മൾ. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവന്റെ നിർമ്മലവും നിഷ്കളങ്കവും വിലയിരുന്ന് കുറ്റമില്ലാത്തതുമായ ചോരയാൽ കഴുകപ്പെട്ട് യേശുവിന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന ജനതയാ നമ്മൾ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അതിനി കാലമധികമില്ല. ലോകം നോക്കി പാർക്കുന്നത് 3ാം ലോക മഹായുദ്ധത്തിന് വേണ്ടിയാ. നാം നോക്കി പാർക്കുന്നത് അതിനു വേണ്ടിയല്ല, യേശുവിന്റെ പ്രത്യക്ഷതയിൽ അവനോടൊപ്പം സമാഗമിക്കാൻ വേണ്ടിയാ. ദൈവസഭ ഇനി ഭൂമിയിലിരിക്കുമ്പോൾ, ദൈവസഭ ഭൂമിയിൽ ആരാധിച്ച് സന്തോഷത്തോടെ പുനരാഗമനത്തിന്റെ ആ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഒരു 3ാം ലോക മഹായുദ്ധത്തിലൂടെ സഭയെ കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനു മുമ്പ് ലോകം കണ്ട് ഞെട്ടാൻ പോകുന്നത് ഇവിടെ നിന്ന് നാം യേശുവിനോടൊപ്പം ചേർക്കപ്പെടുന്നതായിരിക്കും. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ കർത്താവിനെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി കൊയർ മുൻപോട്ട് വരുന്നു. നാം ചേർന്ന് പാടി ആത്മീക പ്രത്യാശയുടെ ഗാനം പാടി കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ മറക്കരുത്, ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി ദൈവത്തിന്റെ പ്രസാദം പ്രാപിച്ച് നിൽക്കാൻ നമുക്കിടയാകണം. പ്രസാദം കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല. പ്രസാദം നേർച്ച കാഴ്ചകളിലൂടെ കിട്ടുന്നതല്ല. പ്രസാദം ദേഹദണ്ഡനങ്ങളിലൂടെ കിട്ടുന്നതല്ല. പ്രസാദത്തിന്റെ വഴികളാണ് ഞാൻ പറഞ്ഞത്. അത് ഏറ്റെടുത്ത് മുന്നേറാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. എല്ലാവർക്കും തലസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും തലസ്ഥാനങ്ങൾ എഴുന്നേൽക്കുന്നു. ഒരുമിച്ച് നാം പാടി കർത്താവിനെ ആരാധിക്കും.